സന്ധ്യാവും എല്ലാവരും പെണ്ണായിരിക്കും എന്നൊക്കെ പല പല ഭാവനയല്ല അവര്. അതെ അതെ. അപ്പോഴാണ് ജനലിൽ കൂടി ഒരു സാധനം വന്നത് എന്നെ കാണുന്നത്. എഴുതി വെച്ച ഡയലോഗ് കൂടാതെ നമ്മൾ കൈകാലാവതില്ലാത്തവനാണ് ദൈവം, ഈ പാവപ്പെട്ടവൻ എന്തെങ്കിലും തന്നെ അമ്മ 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 എന്നങ്ങനെ വരും. ആ പാട്ട് ഹിറ്റാണ്. അന്ന് സിനിമകൾ അഭിനയിച്ചെങ്കിലും എൻ്റെ ഫോട്ടോ ഒന്നും പത്രത്തിൽ അവിടെ വന്നിട്ടില്ല. പക്ഷെ ഇത് പോസ്റ്ററിൽ വന്നു. ഭയങ്കര ചമ്മലിൻ്റെ ആളാണ്. ഇപ്പോഴും ഉണ്ട് എനിക്കത്. ഭയങ്കര പേടിയാണ്. ഇപ്പോൾ സ്റ്റേജിൽ തന്നെ ഭയങ്കര പേടിയാണ്. സിനിമക്ക് പോകണമെങ്കിൽ ഭയങ്കര ചമ്മൽ. ആരെങ്കിലും ഒരാളില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ളൊരു എവിടെയെങ്കിലും ഒരാൾ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ഇതിലെവിടെയൊക്കെ ഒരേ ഫ്ലേവറുകൾ ഉണ്ടല്ലോ. ഈ ക്യാരക്ടേഴ്സൊക്കെ ഏതാണ്ട് ഒരേ ഫ്ലേവറുകൾ വരുന്ന സമയങ്ങളുണ്ടാവാം, സന്ദർഭങ്ങൾ ഉണ്ടാവാം. അപ്പോഴും ശരിക്ക് ആഗ്രഹിച്ചിട്ടില്ലേ ഇതൊന്നും അല്ലാത്തൊരു ക്യാരക്ടർ? നമുക്ക് അവിടെ നിന്നിട്ട് തെറ്റി കട്ട് പറഞ്ഞപ്പോൾ നമുക്കാണ് അശോക അത് രണ്ടായിട്ടൊന്ന് മുറിക്ക്, ഇവിടെ വെച്ചിട്ട് ഒന്ന് മുറിച്ചിട്ട് ഒരു ചെറിയ പോസ് കൊടുത്ത് പറയാമെന്ന് പറഞ്ഞു. ശരി നമുക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ. അമ്മയായിട്ട് വിളിക്കാതെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. എപ്പോഴായാലും രാത്രി എപ്പോഴാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും അമ്മയെ വിളിച്ചിട്ട് ഞാൻ ഉറങ്ങുള്ളൂ. അത് അന്നും ഇന്നിപ്പോൾ അമ്മ മരിച്ചു. ഞങ്ങളൊരു മകനച്ഛൻ എന്നുള്ള ഫ്രണ്ട്സാണ്. ഞങ്ങൾ എല്ലാ വീട്ടിൽ വൈഫ്, ഞാൻ, മോൻ, മോള് എല്ലാവരും മരുമകളൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അങ്ങനെ അതൊരു വേറെ ഒരു തരത്തിലും ഞങ്ങൾ ഒരു അതിരുവരം വിട്ടിട്ടില്ല. ഞാനൊക്കെ ഒന്നില്ലായ്മ എന്നാണ് ഇവിടം വരെ എത്തിയത്. കോടതി കയറേണ്ടി വന്നു. നമ്മളൊക്കെ അധ്വാനിച്ച് കിട്ടുന്നത് സിനിമ എന്ന് പറഞ്ഞാൽ വെറുതെ നിസ്സാര കാര്യമൊന്നുമല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവും പകലും ഇല്ലാതെ വെയിലും മഴയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പൈസക്ക് ചൊരുക്കൂട്ടി വെച്ച പൈസയെന്ന് ഒരു സ്വപ്നം പോലെ ഒരു വീട് വെച്ചതാണ്. ആ വീടിനാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒറ്റ രൂപത്തിലാണ് ഭിക്ഷക്കാരനാവുന്നതും അനിയത്തിപ്രാവിലെ കോളേജ് സ്റ്റുഡൻ്റ് ആവുന്നതും കോൺസ്റ്റബിൾ ആവുന്നതും എല്ലാം നമ്മൾ കൃഷ്ണനാവുന്നതും വരെ നമ്മൾ ഒറ്റ താടി വെച്ചിട്ടാണ്. ചില്ലിടാതെ പുട്ടുണ്ടാക്കുന്നു. പുട്ടെല്ലാം കുടത്തിലേക്ക് തന്നെ പോവും, കിട്ടില്ല. എന്തെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടാണ്. അതൊരു ഹ്യൂമർ എടുക്കാൻ ഭയങ്കര കഴിവ് വേണം. അപ്പോൾ അത് ഹലോ മറ്റുള്ള ഹലോ അപ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ അയാൾ നോക്കും, ആ ഹലോ വെച്ച്. അപ്പോൾ അത് നമ്മളുടെ കയ്യിലല്ല, അത് ഡയറക്ടറാണ്. കാരണം ആ ഹലോ, അതിനുള്ള റിയാക്ഷൻസ് ഇത് കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ ആ ഹലോ വർക്കൗട്ട് ആവില്ല. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇനി ചോദിക്കയില്ല എന്നോട് ഈ ഇന്റർവ്യൂവിൽ ഇനി ചോദ്യമില്ല. ഹരീഷ് അശോകൻ എന്ന ആക്ടർ ഇങ്ങനെ മുന്നിലിരിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിൽ പോകുന്നത് പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ്, പെർഫോമൻസുകളൊക്കെ ആയിരിക്കും. എനിക്ക് അശോകേട്ടൻ്റെ ഒരു ഓൺ സ്ക്രീൻ മൊമെൻറ്റിൽ ഞാൻ റിപ്പീറ്റഡ്ലി കാണാൻ കൂടുതൽ ആഗ്രഹിക്കുന്നതും, ഞാൻ എല്ലാ തവണ കാണുമ്പോഴും എന്തെങ്കിലും മൈന്യൂട്ട് ഡീറ്റെയിൽ പിക്ക് ചെയ്യുന്നതായിട്ട് പെർഫോമൻസും ഒരു സീക്വൻസ് പറയുന്നത് പറക്കും തളികയിൽ ഈ നഗരകാഴ്ചകൾ ലൈവ് പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഈ പറഞ്ഞ ഉണ്ണി അതിൻ്റെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാണ്. സുന്ദരൻ പുറകിൽ നിന്നിട്ടുള്ള ആക്ടിവിറ്റികൾ, ആദ്യം നമസ്കാരം പറയുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ നമസ്കാരം കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പോയെന്ന് പറയുമ്പോൾ പോയെന്ന് പറയുമ്പോൾ പോകുന്നുണ്ട്. ബസ്സിന് ചുറ്റും കറങ്ങി വന്ന് ബസ്സിൽ ചാരി നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഈ മറ്റേ ആളുകളെ പിടിച്ചു മാറ്റുന്നുണ്ട്. പിന്നെ ഇത് അച്ഛൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരാളാണ്. എല്ലാം തിന്നാനും കുടിക്കാൻ കൊടുത്താന്ന് പറയുമ്പോൾ വെള്ളവും വായും വെറുതെ കിട്ടുന്നുണ്ട്, അതും കുടിച്ച് ജീവിക്കുന്നു. അയാളവിടെ ഡയലോഗ് ഇല്ലാതെ തന്നെ ഒരു ആക്ടർ കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് സ്പേസ് ആണല്ലോ. ഇവിടെ പ്രൂവ് ചെയ്താൽ ഇയാളെ കൊണ്ട് എന്തും പറ്റുന്നത് ഓഡിയൻസിനോട് കൺവിൻസ് ആവാണ്. ആ പെർട്ടിക്കുലർ സീക്വൻസ് ഈ സുന്ദരൻ എന്നുള്ള ക്യാരക്ടർ ഇപ്പോൾ റീകളക്ട് ചെയ്യുമ്പോൾ എന്താ? അല്ല, അതിലങ്ങനെ ക്രിയേറ്റീവായിട്ട് കുറേ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സീനിൽ. കാരണം ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക. അപ്പോൾ ദിലീപും ഞാനും പിന്നെ ഡയറക്ടറും ക്യാമറമാൻ എല്ലാവരും കൂട്ടായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പറയുന്നത് എന്തെല്ലാം കാണിക്കാൻ പറ്റുമോ. കാരണം ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് താല്പര്യമുണ്ട് എനിക്ക്. അത് പറയിപ്പിക്കൂല. എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമാവോ എന്നുള്ളത് കൊണ്ടാണ് എന്നെക്കൊണ്ട് പറയിപ്പിക്കാത്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് കുറേ സംഭവങ്ങളുണ്ട് ആ സീനിൽ തന്നെ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാൾ ആ ഒരു പയ്യൻ്റെ പുറകെ അങ്ങറ്റം വരെ ഓടുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അതാണ് ഈ ഷോർട്ട് ഇവിടെ കട്ടില്ലാത്തതുകൊണ്ട് ഓടും വേണം. അല്ല, ഓടിച്ചിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ബസ്സിൻ്റെ പുറകെ കൂടി കറങ്ങി വരാം. ഞാൻ അങ്ങ് പോയി. അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം നമുക്ക് ആ സമയത്ത് ആ പടത്തിലൊക്കെ ത്രൂ ഔട്ട് ഡേറ്റ് കൊടുത്തേക്കാണ് നമ്മൾ. അപ്പം അതിൻ്റെ കൂടെയാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് അടുത്ത പടത്തിലേക്ക് പോവുള്ളൂ. അപ്പം അങ്ങനെയുള്ള കളികൾ വരുമ്പോൾ ഫുൾ നമ്മളതിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പം ആ സീൻ എന്നല്ല പല സീനുകളും ശരിക്കും നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ
എനിക്കിതിൽ എക്സൈറ്റ്മെൻ്റ് ആവുന്നത് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി വിന്നർ ആവണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം. ഇവരുടെ മോണാക്ലോ മിമിക്രിയിലും യൂണിവേഴ്സിറ്റി വിന്നർ ആവണം. അയാൾക്ക് കിട്ടുന്ന വാല്യൂ അന്ന് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അതിനോടുള്ള ഭയങ്കരമായ പാഷൻ, ആഗ്രഹം. എന്നാൽ പക്ഷേ യൂണിവേഴ്സിറ്റിക്കല്ല പോകുന്നത്. അവിടുന്ന് ഈ പറഞ്ഞ സിനിമ കരിയറിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. മിമിക്രി, നാടകം, അവിടെ നിന്ന് സിനിമയിലോട്ട് എത്തുന്നത്. ശരിക്കും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി വിന്നർ ആവണമെന്ന് ആഗ്രഹിച്ച് അന്ന് നടന്നിരുന്ന അശോകൻ ഇന്ന് ഈ പറഞ്ഞ മലയാളത്തിൽ പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളായിട്ട് മാറി. ഈ ലേറ്റസ്റ്റ് ഈ കേരള ക്രൈം ഫയൽസ് വരെ എത്തിക്കുന്ന ജേണിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ അശോകൻ ഈ അശോകൻ എന്താ വ്യത്യാസം ശരിക്കും? അശോകന് വ്യത്യാസമൊന്നുമില്ല. അന്ന് ഇന്നും ഒരാൾ തന്നെയാണ്. അല്ല, അന്ന് നമുക്ക് നമ്മളുടെ തോന്നലുകളായിരുന്നു പലതും. അന്ന് അങ്ങനെയായിരുന്നു, ഓരോ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ. അന്ന് മിമിക്രി എന്ന് പറയുന്ന കലയെ കൊണ്ടു നടന്ന ആൾക്കാരെല്ലാം യൂണിവേഴ്സിറ്റി വിന്നറായി കഴിഞ്ഞാൽ ഭയങ്കരമാണ് എന്നൊരു തോന്നൽ അന്നുണ്ടായിരുന്നു. ശരിയായിരുന്നു അത്. യൂണിവേഴ്സിറ്റി വിന്നേഴ്സിനൊക്കെ ഒരു 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 സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അന്ന് ഞാൻ SLC പാസ്സായ ഉടനെ കോളേജിൽ പോകണമെന്ന് ആഗ്രഹിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് പോകണമെന്ന് ആഗ്രഹിക്കുക കാരണം എന്താ വെച്ചാൽ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് മോണാക്ട് അല്ലെങ്കിൽ മിമിക്രി യൂണിവേഴ്സിറ്റി വിന്നറാവണം. അതായിരുന്നു കോളേജിൽ പോകുന്നതുകൊണ്ട് നമുക്കുണ്ടായ ഒരു 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 ഒറ്റ ചിന്ത. അപ്പോൾ അത് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് നഷ്ടപ്പെട്ടു. പക്ഷെ ആ വർഷം തന്നെ നമ്മൾ ജോലിക്ക് ഇറങ്ങി. പിന്നീട് നമ്മൾ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ സിനിമയിൽ വന്നപ്പോൾ ആണ് നമുക്ക് മനസ്സിലായത് യൂണിവേഴ്സിറ്റി വിന്നറാകാൻ ഞാൻ നന്നായിരുന്നു. അത് നന്നാകാന്നില്ല, പക്ഷെ അതല്ല അവസാനം. അതെ അതെ, നമ്മളിങ്ങനെ ഒരു വഴി പോകുമ്പോൾ ഏതെങ്കിലും ഒരു യാത്രയാണത്. ആ യാത്രയിൽ ആ വഴി അടഞ്ഞു എന്ന് വിചാരിച്ചാൽ നമ്മൾ അവിടെ തടഞ്ഞ് നിൽക്കരുത്, അടുത്ത വഴി വെട്ടിക്കൊള്ളണം. ആ വഴി പോയി വന്നാൽ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും. പക്ഷെ അന്ന് നമുക്ക് സിനിമ എന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നില്ല. മിമിക്രി തന്നെ ഇരുന്ന് അന്നും മനസ്സിലുണ്ടായിരുന്നത്. മിമിക്രി കൊണ്ട് നമുക്കൊരു നല്ല നിലയിലെത്തണം എന്ന് പറഞ്ഞ് പിന്നീട് എപ്പോഴോ എങ്ങനെയോ സിനിമയിലായി എന്ന് മാത്രമേ ഉള്ളൂ. പപ്പൻ പ്രിയപ്പെട്ട പപ്പനാണ് ആദ്യത്തെ സിനിമ. ശരിക്കും ഇപ്പോൾ പറയുകയാണെങ്കിൽ 40ാമത്തെ വർഷത്തിലേക്ക് വരികയാണ് എൻ്റെ അഭിനയ ജീവിതം. പപ്പൻ വെച്ച് 86 40ാം വർഷത്തിലേക്ക് ആവും. അപ്പോൾ ആ വേഷത്തിൽ തന്നെ അതിൻ്റെ അകത്തൊന്നുമില്ല, പക്ഷെ അന്നത്തെ വലിയ വേഷമാണ് എനിക്കത്. സിദ്ദിഖ് ലാലിൻ്റെ രചനയിൽ സത്യൻ അന്തിക്കാട് സാറ് അത് ഡയറക്റ്റ് ചെയ്തു. മോഹൻലാൽ, റഹ്മാൻ ഒക്കെ അഭിനയിക്കുന്ന, തിലകൻ ചേട്ടനൊക്കെ അഭിനയിക്കുന്നത് വൻ ചിത്രമാണ്. അതിൻ്റെ അകത്തൊരു വേഷം ഞാൻ ചെയ്തു. പക്ഷെ അവിടെ കൊണ്ട് ആ സിനിമ അഭിനയം തീർന്നു എന്ന് ഞാൻ കരുതി. കാരണം പിന്നെയും ഈ ഹരിശ്രീയെ കൊണ്ട് നടക്കുന്നത് ഞങ്ങളാണ്. എൻ്റെ വിടാനും പറ്റില്ല. കാരണം അന്ന് കലാഭവനുണ്ട്, ഹരിശ്രീ ഉണ്ട്, വേറെ ആരുമില്ല. അപ്പോൾ കലാഭവനിൽ പോകുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഹരിശ്രീ വന്നിട്ട് ഞാൻ ഹരിശ്രീ ഇട്ടിട്ട് പോയി ഹരിശ്രീ എന്താവും, നമ്മളായിട്ട് കുഴപ്പമുണ്ടാക്കുമോ, കുഴപ്പമുണ്ടായ പോലെ ആകുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അന്ന്. അല്ലെങ്കിലും ട്രൂപ്പിനോട് എനിക്കന്ന് കലാപരമായിട്ടുള്ള എന്ത് പരിപാടിയോടും എനിക്ക് ഭയങ്കര ആത്മാർത്ഥത ഉള്ളൂ. ഇന്നും സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര പേടി ഇപ്പോഴും. അതെ, സ്റ്റേജിൽ കയറുമ്പോൾ ഒരു പ്രോഗ്രാമിന് എനിക്ക് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ട്രൂപ്പിൻ്റെ കൂടെ നമ്മൾ എവിടെ പരിപാടിക്ക് പോയാലും നമ്മൾ പരിപാടി തുടങ്ങി ആദ്യത്തെ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു പാട്ട് കഴിഞ്ഞ ആൾക്കാർ കൈയടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്ത് കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്കിറ്റിന് കയറി ആ സ്കിറ്റിന് ചിരിച്ചില്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി. പിന്നെ അപ്പോൾ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ തമാശ ചെയ്യുന്നതും സ്കിറ്റ് ചെയ്യുന്നതും അത് ജനം കൈയടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ. പിന്നെ നമ്മൾ രാജാക്കമ്പര സ്റ്റേജിൽ അതുവരെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇപ്പോഴും. അപ്പോൾ അന്ന് അങ്ങനെ നമ്മൾ മിമിക്രി എന്ന് പറയുന്ന കലയിലൂടെ സിനിമയിൽ വന്നു എങ്കിലും തുടങ്ങി വെച്ചെങ്കിലും പിന്നീട് അങ്ങോട്ടൊന്നും ഒരു ക്ലച്ച് പിടിച്ചില്ല. പിന്നെ ചില സിനിമകളിലൂടെ ബ്രേക്ക് കിട്ടിയപ്പോഴാണ് സിനിമയിലേക്ക് വന്നത്. പക്ഷേ അത് അന്നും എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് മിമിക്രി. നമുക്ക് കുറേ മിമിക്രി എന്ന് പറഞ്ഞാൽ നമ്മൾ നാടകം പോലെയല്ല. നാടകത്തിലൊരു സീസണിൽ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നത്. ഇവിടെ ഒരുപാട് പേരെ നമുക്ക് ചെയ്യാൻ പറ്റും സ്റ്റേജിൽ. ഭിക്ഷക്കാരൻ തുടങ്ങിയിട്ട് മരുന്ന് കച്ചവടക്കാരനും കൈനോട്ടക്കാരനും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് പേരെ നമുക്ക് റിഹേഴ്സൽ എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒബ്സർവേഷൻ കൂടുതലാകും അതിന്. അപ്പോൾ അത് മിമിക്രിയിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ആ മിമിക്രി ശരിക്കും ഒരുപാട് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. എന്ത് കണ്ടാലും എന്ത് കിട്ടിയാലും നമ്മൾ അതിലൊരു ഉൾട്ടടിച്ചൊരു കോമഡി ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ള ശീലം അന്ന് കിട്ടിയത് അതിപ്പോഴും ഉണ്ട്. അത് നമുക്ക് സിനിമക്കും ഗുണം ചെയ്തിട്ടുണ്ട്. മിമിക്രിയെ പറ്റിയും സ്റ്റേജിനെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, പിക്കാസ് എടുത്ത് കുഴി വെട്ടി നടന്ന കാലത്ത് പോലും സമയം കിട്ടിയാൽ സ്റ്റേജിലോട്ട് ഓടുന്നുള്ളത്. ശരിക്കും ആ ടൈം പീരീഡ് എങ്ങനെ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടാവുമായിരിക്കും, അത് കഴിഞ്ഞാലും ഈ പറഞ്ഞ സക്സസ് എന്താണെന്ന് അറിയുന്നില്ല, എവിടെയാണ് സക്സസ് പോയിന്റ് എന്ന് അറിയുന്നില്ല, പക്ഷെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നിരന്തരമായിട്ട്. എന്താ ശരിക്കും ആ സമയത്തുള്ള ഈ ജേണിയുടെ ഫയർ എന്താ, ഫ്യൂവൽ എന്താ ശരിക്കും മുന്നോട്ട് പോകാനായിട്ട്?
ഇതൊരു സിനിമ ഉം. എന്നൊരു പിന്നീട് അതായത് 1-2 സിനിമ ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വേഷം കിട്ടി നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇതിനോട് കൂടുതലും ഇൻട്രസ്റ്റ് തോന്നുന്നത്. ഉം. ഒരെണ്ണം ഇപ്പോൾ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ ചെയ്തു. അതിനുശേഷം 1-2 ചെറിയ വേഷങ്ങൾ ചെയ്തപ്പോഴൊന്നും എനിക്കത് കിട്ടിയില്ല. പക്ഷേ എനിക്ക് കൂടുതലും ശ്രദ്ധിക്കപ്പെടേണ്ട വേഷങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴാണ് ഉം. ഇത് നല്ല പരിപാടിയാണെന്ന് തോന്നിയത്. ആ, അതെ. അങ്ങനെയാണ് പിന്നെ സിനിമ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം വന്നത്. ഉം. അപ്പോൾ അത് ഒന്നോ രണ്ടോ ചെയ്ത് ശരിയായില്ല, മൂന്നാമത് ചെയ്ത് ശരിയായില്ല, ഉം. പിന്നെ നാലാമത്തെ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. ഈ തിരിച്ചറിയലൊക്കെ ഭയങ്കര സുഖം തുടങ്ങി ഉം. നമുക്ക്. ഉം. കാണുമ്പോൾ നമ്മൾ ദേ ഇതാണല്ലേ ഇത്" എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഇതിന്റെ ഒരു ഗ്ലാമർ വേൾഡ് ആ ഫെയിം ഒക്കെ വരുമ്പോ അതെ ആ, അതെ അതെ. ഉം. ഈ അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമുക്കൊന്ന് കൊള്ളാം ഈ പരിപാടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പോൾ ഇതിൻ്റെ മറുവശം എനിക്കുള്ളത് ഉം. ട്രൂപ്പാണ്. എൻ്റെ ഉം. ട്രൂപ്പല്ല, ഹരിശ്രീ എന്ന് പറഞ്ഞ അതിനെ കൈവിടാൻ ഞാൻ തയ്യാറല്ല. ഞാനും കൂടി പോയാൽ ചിലപ്പോൾ അത് വീണു പോകും. ഉം. എന്നെ ഫറീസ് സിനിമയിൽ വന്നു, സിദ്ദിഖ് ലാൽ ആദ്യം പോയി, ഉം. ഹരിശ്രീ തുടങ്ങുന്നത് ഞങ്ങളൊക്കെ കൂടിയാണ്. ആ. പിന്നെ എന്നെ ഫറീസ് പോയി, സിദ്ദിഖ് ലാൽ പോയി, അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമേ ഞാൻ പോയി ഇതിൻ്റെ സ്ഥിതി എന്താവും എന്നൊരു വേദന എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കുറേ കാലം അതിൽ തന്നെ ഇങ്ങനെ പിടിച്ച് നിന്നത്. ഉം. ഉം. പിന്നെ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഹരീന്ദ്രനോട് പറഞ്ഞു ഞാൻ പോയിട്ട് കുഴപ്പമില്ല അശ്വൻ സിനിമ പോയിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. ഇതെല്ലാം പറഞ്ഞപ്പോഴേ ഈ തുടക്കത്തിലെ ചെറിയ ചെറിയ വേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞുനാള് കുറച്ച് പണ്ട് ഈ സാക്ഷാത് ശ്രീമാൻ ചാത്തന് കാണുന്ന സമയത്ത് ഹരിശേഷവൻ സ്ക്രീനിലുണ്ട്, ശബ്ദം വേറെ ആളുടെ ഉം. ഇത് കാണുന്നത്. അപ്പം നമ്മൾ കേട്ട് പരിചയിച്ച ശബ്ദമല്ലല്ലോ അവിടെ നമ്മൾ കാണുന്നത്. പക്ഷെ ഞാൻ അത് മറ്റു സിനിമകൾക്ക് ശേഷം കാണുന്നുണ്ടാവായിരിക്കാം. പക്ഷെ ആ സിനിമയിലെ ക്യാരക്ടർ ഭയങ്കര നോട്ട് ചെയ്യുന്ന ക്യാരക്ടറായിരുന്നു. ഉം. തുടക്കത്തിൽ ഹുക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇയാൾ ഈ പറഞ്ഞ ജഗദീഷ് ചേട്ടൻ മറ്റേ കോസ്റ്റ്യൂമിൽ വരുമ്പോൾ കണ്ട് പേടിച്ച് വീഴുന്നത്, അവിടുന്ന് ഇയാൾ ആകെ മാറുന്നത്, ദേവി ആ അതന്ന് ക്യാരക്ടർ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതെ അതെ അത് ശരിക്ക് അന്ന് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഡബ് ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റുകൾ അന്ന് മദ്രാസിലാണ് കൂടുതലും ഡബ്ബിങ് കൂടുതലും. ട്രിവാൻഡ്രത്തും ഉണ്ട്, ഉം. മദ്രാസിലുമാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ അഭിനയിച്ച സിനിമകളൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ എല്ലാം ഡബ് ചെയ്യുന്നൊരു മൊട്ട ശങ്കർ എന്ന് പറഞ്ഞ ആ, ഒരു ശങ്കറായിരുന്നു. ഓക്കെ. ആ. അപ്പോൾ ശങ്കറാണ് അതിൽ ഡബ് ചെയ്തേക്കണത് ചെറിയ ചെറിയ വേഷം. പിന്നെ എന്നോട് നിനക്ക് ഡബ് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പറയാൻ കാത്തിരുന്ന സാധനത്തിനാണ് എന്നെ വിളിച്ച് ഉം. ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ മൊട്ടശങ്കർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡബ്ബിങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഇത് ഡബ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഉം. കാരണം അത്ര സ്പീഡാണ്. ഞാൻ ആ. സ്പീഡ് കൂടുതലായിരുന്നു, നമുക്കൊരു മിമിക്രിയുടെ ഒരു ഉം. സ്റ്റൈൽ ഉണ്ടായിരുന്നു അന്ന്. ചടുലത ഭയങ്കര. ഭയങ്കര സ്പീഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കത് ഡബ് ചെയ്യാൻ വലിയ പാടായിരുന്നു, ഉം. എങ്കിലും പുള്ളി ചെയ്യുമായിരുന്നു. ഉം. പിന്നീട് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ വന്നു, അങ്ങനെ ചെയ്ത് കുറേ പടങ്ങൾ പിന്നെ അങ്ങോട്ട് ഉം. ഞാൻ തന്നെ ചെയ്തത്. ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാർവതി പരിണയം ശരിക്കും ബ്രേക്ക് ആയല്ലോ. അതിൽ ആ ഭിക്ഷക്കാരന്റെ ക്യാരക്ടർ ആ അമ്മ അമ്മ പാടുന്നത് അത് ശരിക്കും ഭയങ്കര അത് നിങ്ങൾ നോട്ട് ചെയ്യപ്പെടുന്നതിൽ ഭയങ്കര പ്രാധാന്യം വഹിച്ചൊരു ക്യാരക്ടർ ആ കൂടെയല്ലേ. അതെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ദിലീപ് പിന്നെ വിജയകുമാറൊക്കെ അഭിനയിക്കുന്നൊരു സിനിമ ഗുരുവായൂർ നടക്കുന്നുണ്ട്. ഉം. അപ്പം അതിനു മുമ്പ് ഈ പാർവതി പരിണയത്തിൻ്റെ കഥ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉം. ഇതിലൊരു ഭിക്ഷക്കാരൻ്റെ വേഷമുണ്ട്, ചെയ്യാമോ എന്ന് വെച്ച്. ഉം. ഞാൻ ചെയ്യാം. കഥ കേട്ടു ഞാൻ. പി ജി വിശ്വനാഥ് സാറാണ് അതിൻ്റെ ആ. ഡയറക്ടർ. പിന്നെ ഞാനപ്പോൾ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ 3 സീനുള്ളൂ ഉം. എന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഗുരുവായൂർ ഉം. ദിലീപൊക്കെ അഭിനയിക്കുന്ന സിനിമയിൽ ഞാൻ ഉം. അഭിനയിക്കുന്നത്. ഹരിദാസാണ് അതിൻ്റെ ഡയറക്ടർ. ഉം. അങ്ങനെ ഞാൻ അവിടെ നടക്കുന്ന ആ സിനിമ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ വിളി വന്നു പെട്ടെന്ന്. ഇവിടെ ഇത് തുടങ്ങി പാർവതി പരിണയം. അപ്പം ഞാൻ ദിലീപിനോട് പറഞ്ഞു, ദിലീപ് അത് അവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ദിലീപാണ് ഇത് റെക്കമെൻഡ് ചെയ്യണത് ആ വേഷത്തിന്. ചേട്ടാ അത് ചെയ്യണം, നല്ല വേഷം. ഞാൻ പറഞ്ഞു ഇത് ത്രൂ ഔട്ട് ക്യാരക്ടറാണ്, ഉം. പപ്പുവേട്ടൻ്റെ മോനായിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് പോയിട്ട് 3 സീൻ ചെയ്യണം. അന്നത്തെ അറിവില്ലായ്മയാണ് അതൊക്കെ. ഷിബു ചക്രവർത്തി ചേട്ടനാണ് അത് എഴുതിയേക്കുന്നത്. എഴുതിയിരിക്കുന്നത്. ഷിബുവേട്ടനാണ് ഈ സ്ക്രീനൊക്കെ എന്നോട് പറയുന്നത്. ഉം. അപ്പം ഞാൻ പോകണില്ല, ഇനി ഇവിടുന്ന് ഓടി അങ്ങോട്ട്. ചാവക്കാടും ഗുരുവായൂരും വലിയ വ്യത്യാസമൊന്നുമില്ല. അടുത്തടുത്താണ്. നമ്മളത് വേണ്ടാന്ന് വെച്ചപ്പോൾ ദിലീപിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഉം. ഞാൻ പോണത്. പക്ഷെ അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ അതിൻ്റെ അകത്തൊരു ഭിക്ഷക്കാരനാണ്. അപ്പോൾ ഡയലോഗൊന്നും അതില്ല, ഉം. പാവപ്പെട്ടൊരു ഭിക്ഷക്കാരനെ എന്തായാലും തരണേ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇയാൾ ഞൊണ്ടലായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഉം. ഇയാൾ ഞൊണ്ടില്ല, ശരിക്കും തട്ടിപ്പ് ഭിക്ഷക്കാരൻ. അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്നു, ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന് കയ്യിൽ നിന്ന് എൻ്റെ ഒരു സാധനം ഞാൻ ഇട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശ്വംഭരൻ ചേട്ടനോട് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും അഡീഷണൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ആ. മെഡ്രാസിൽ വന്ന് ഡബ് ചെയ്ത് തന്നെ എന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉം. അതിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ബസിലിക്ക കപ്പൽ പള്ളിയുടെ മുമ്പിൽ കിടന്ന വെച്ചാൽ ആ. സ്ഥിരം ഒരു ഭിക്ഷക്കാരനെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യണം. ഉം. 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 അങ്ങനെ അയാളുടെ ഒരു മാനറീസവും എല്ലാ ശബ്ദമൊക്കെ ഇമിറ്റേറ്റ് ചെയ്താണ് ഉം.
ഈ ഡയലോഗ് പറയണം. അപ്പോൾ ആ ഡയലോഗിൽ എഴുതി വെച്ച ഡയലോഗ് കൂടാതെ നമ്മൾ കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവൻ എന്തെങ്കിലും തടേ ഹമ്മ 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 എന്നങ്ങനെ വരും. ആ പാട്ട് ഹിറ്റാണ്. ഫ്രീഡം കിട്ടിയപ്പോൾ ഞാനൊന്ന് കഴിഞ്ഞാടി. അപ്പോൾ അത് പിന്നെ ക്യാമറ ഷെയ്ക്കായി, നമ്പ്യാരാറ്റാണ് ക്യാമറ. പിന്നെ ഈ ബിശംബർ ചേട്ടൻ ഭയങ്കര ചിരിയായി, മൊത്തം സെറ്റിൽ കയ്യടി. ഇഷ്ടവാനാണ് ചേട്ടനായിരുന്നു പ്രൊഡ്യൂസർ. പുള്ളി കസേര ഒന്ന് ചിരിച്ച് പുള്ളി താഴെ വീണു. എനിക്ക് ഭയങ്കര ഇതായി. കാരണം വേണ്ടാന്ന് വെച്ച ഒരു സിനിമയാണ്. ദിലീപിന് നിർബന്ധം കൊണ്ടാണ് പോയി അഭിനയിച്ചത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇനി വിട്ടിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ കിട്ടൂലായിരുന്നല്ലോ. അങ്ങനെ ആ സീൻ 9 12 സീനായിട്ട് ഡെവലപ്പ് ചെയ്താണ് 3 സീൻ. അപ്പം ഈ അമ്മയൊക്കെ വന്നപ്പോൾ ആ ക്യാരക്ടർ വെച്ച് കയറി വിഷമിച്ചതിന് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. ആ പടമാണ് ശരിക്കും അപ്പോൾ എനിക്ക് ബ്രേക്ക് കിട്ടുന്നത്. പിന്നെ പടങ്ങളെ തിരക്കായി അവിടെ നിന്ന്. ആ ക്യാരക്ടർ ആ സീനും ആളുകൾ ഓർത്തോർത്തിരിക്കുകയാണ്, സംസാരിക്കുന്നുണ്ടല്ലോ അവിടെ. അന്ന് സിനിമകൾ അഭിനയിച്ചെങ്കിലും എൻ്റെ ഫോട്ടോ ഒന്നും പത്രത്തിൽ അവിടെ വന്നിട്ടില്ല. പക്ഷെ ഇത് പോസ്റ്ററിൽ വന്നു. ഒരു മൂലക്ക് മാത്രം ഞാൻ ബാണ്ടമായിട്ട് നിൽക്കുന്നത് ഒരു നമ്മുടെ ബോബനും മോളിലൊക്കെ എഴുതൂല അമ്മ 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 എന്നും പറഞ്ഞിട്ട് അതുപോലെ എഴുതിയൊക്കെ വന്നു. ഭയങ്കര ത്രില്ലായിരുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇതിന് ശേഷം ഈ 3 Men Army വരുന്നുണ്ട്, ആലഞ്ചേരി തമ്പ്രാക്കള്, മറ്റേ കളമശ്ശേരിയിലെ കല്യാണ യോഗം, ഈ മിക്സ് ആക്ഷൻ എല്ലാം, കല്യാൺജി ആനന്ദിജി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഈ നടന ആളുകൾ നോട്ട് ചെയ്തു, ഈ പേര് ആളുകൾക്ക് ഭയങ്കര പരിചിതമായി. അവിടെ നിന്നുള്ള ഒരു ലൈഫ് എങ്ങനെ ശരിക്കും? അപ്പോൾ പിന്നെ നമ്മുടെ റിയാലിറ്റി മാറിയല്ലോ, നമ്മൾ സിനിമാക്കാരനായല്ലോ. ആ റിയാലിറ്റി എനിക്ക് തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. കാരണം എനിക്ക് ഞാൻ ഷൈ കൂടുതലാണ് എനിക്ക്. കാരണം ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒരാൾ വേണ്ടി വന്നു. ഒറ്റയ്ക്ക് ഭയങ്കര ചമ്മലിൻ്റെ ആളാണ്. ഇപ്പോഴും ഉണ്ട് എനിക്കത്. ഭയങ്കര പേടിയാണ്. ഇപ്പം സ്റ്റേജിൽ തന്നെ ഭയങ്കര പേടിയാണ്. സിനിമക്ക് പോകണമെങ്കിൽ ഭയങ്കര ചമ്മൽ. ആരെങ്കിലും ഒരാളില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ളൊരു എവിടെയെങ്കിലും ഒരാൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. അപ്പോൾ അറിയാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഭയങ്കര ചമ്മലായത്. എങ്ങനെ അവിടെ പോകും, ഒരാളെ കിട്ടാതെ എങ്ങനെ പോകും എന്നൊക്കെ ഉള്ളത്. പക്ഷേ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തർ കാണുമ്പോഴും വരുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷെ അതിൻ്റെ അകത്തും ഒരു ചെറിയ ഇത് ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. പക്ഷെ അതിനൊരു സുഖമുണ്ട് എന്നാലും. അങ്ങനെ കുറച്ച് ആളിങ്ങനെ അതുമായിട്ട് ഇങ്ങനെ പോയി, പിന്നെ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകും. എനിക്കൊന്ന് ആ സമയങ്ങളിലൊക്കെ ഇപ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു, ബാക്ക് ടു ബാക്ക് സിനിമകൾ വരുന്നു. ശരിക്ക് ഇതിൽ സർവൈവ് ചെയ്യുന്നതിൽ സൗഹൃദങ്ങൾ എങ്ങനെയായിരുന്നു ആ സമയത്ത്? ലൈക്ക് എല്ലാ ടൈം ലൈനിലും എല്ലാ സമയങ്ങളിലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് മനുഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നോ? അവർ തന്നെയാണ് ഇപ്പോഴുള്ള ജേണിയിൽ കൂടെ ഉള്ളത്? ഈ സൗഹൃദങ്ങൾ എങ്ങനെയായിരുന്നു, സിനിമാ സൗഹൃദങ്ങൾ? സിനിമാ സൗഹൃദങ്ങളൊക്കെ പിന്നീടാണ്. ആദ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ അവരെയൊക്കെ ആയിട്ടാണ് ഇപ്പോഴും അവരൊക്കെ തന്നെയുണ്ട് എൻ്റെ കമ്പനിയിൽ. നമ്മൾ കമ്പനി വിടുമ്പോഴൊക്കെ അവരാണ്. അവരിടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും. പലരും ഇവിടുന്ന് വിദേശത്തുണ്ട്, ഇവിടെ ഉണ്ട്. പല പല പരിപാടികളൊക്കെ ആയിട്ട് പലരും 1-2 പേരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ സിനിമ ഗ്യാങ് കൊണ്ട് ഇവരുണ്ട്. രണ്ടുപേരും ഞാൻ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത്. ഇപ്പം ഞാൻ തന്നെ അവരോട് പറഞ്ഞേടാ, ഞാൻ എന്തെങ്കിലും കാരണവശാൽ ഒരു കോൾ ചെയ്യാൻ വൈകിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളണം എന്ന് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരിതിനേക്കാൾ വലിയ വിഷമത്തിലാണ്. കാരണം എന്നൊരു സിനിമാക്കാരനായിട്ട് കണ്ടുപോര്. അവിടെയാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം. നമുക്കും പറ്റിയൊരു വിഷമം അതാണ്. കാരണം നീ സിനിമയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നീക്ക് അവിടെ തിരക്കായിരിക്കും, വിളിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല എന്ന് കരുതി ഞങ്ങൾ വിളിക്കുക. അങ്ങനെ ഒന്നും നോക്കണം, നീ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളാം. മിസ് കോൾ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഗ്യാപ്പിൽ തിരിച്ചു വിളിക്കും. അതെല്ലാവരോടും ഇപ്പോഴും പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ ഫ്രണ്ട്സിനും ഇപ്പം ഞാൻ പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരും എപ്പോൾ വേണമെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ, ഞാൻ കുറച്ച് ഇപ്പോൾ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ തിരിച്ച് വിളിക്കും. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരുമായിട്ടുള്ള സൗഹൃദം. ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് ഇത്ര ഷൈ ആയിട്ടുള്ള ഹരിശ്രീ അശോകൻ ഈ പറഞ്ഞ സർക്കിളുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചത്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത്രയും സിനിമകളൊക്കെ കഴിയുമ്പോഴേക്ക് തോന്നുന്നു, ഈ വൃദ്ധന്മാരെ സൂക്ഷിക്കാൻ വരുന്ന സമയത്ത് അവിടെ ഒരു നോർമൽ ഹ്യൂമർ അല്ല, അതിൽ ഈ പറഞ്ഞ മറ്റേ ഡാനിയൽ അപ്പൂപ്പനാകുമ്പോൾ അവിടെ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഉണ്ട്, ഒരു കുഞ്ഞ് വേഴ്സറ്റൈൽ ആയിട്ടുള്ള, ഈ പറഞ്ഞ എത്താത്ത പ്രായത്തിൽ അവിടെ സിനിമയിൽ അഭിനയിക്കണല്ലോ. ഉള്ളൊരു ക്യാരക്ടർ അതിലോട്ട് അതിലും ഒരു പറഞ്ഞ പോലെ അതിൽ അഭിനയിക്കുകയാണല്ലോ, ഓൺ സ്ക്രീനിൽ അഭിനയിക്കുകയാണ്. ആ സിനിമയുടെ ഐഡിയ ഭയങ്കര നല്ലതായിരുന്നു. ആ സമയത്ത് ഒറ്റൊരു സ്പേസ്, ഒറ്റ ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു മിഷൻ ഉണ്ട്,
ആ മിഷൻ സക്സസ് ആവണം, അതെ. അവരുടെ കൂട്ടത്തിൽ ഒരാളാവണം, അത്രയധികം ആക്ടിവിറ്റി ഓറിയന്റഡും ആണ്. ഉം. വെറുതെ ഇരിക്കുന്നില്ല. ഇപ്പൊ വയസ്സായ ആളാന്ന് പറഞ്ഞാൽ അവിടെ ഇരിപ്പല്ല, ഓടി നടന്ന് ചാടി മറിഞ്ഞ് ആളുകളെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, കാര്യം നടക്കാന്നുള്ളത്. പെട്ടെന്ന് വയസ്സനാവുക അതെ അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, പെട്ടെന്ന് കാരണം വയസ്സ്. വയസ്സനായിട്ടുള്ള മേക്കപ്പ് ആണെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ തനിച്ചുള്ളപ്പോൾ ആ ഞങ്ങളുടെ അമ്മ മാത്രമുള്ളപ്പോൾ എനർജി ആയിട്ടാണ് അതെ, അഭിനയിക്കുന്നത്. യുവാക്കളാണ്. യുവാക്കളാണ്. വേറെ ആരെങ്കിലും അതിനിപ്പോൾ വന്നാ ആരെങ്കിലും വന്ന് ഒന്ന് പെട്ടെന്ന് കളവനാവുക, ആ വോയിസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഉം, ഉം, ഭയങ്കര നല്ല രസമുള്ള സംഭവം വരുന്നത്. അതെല്ലാം വരുന്നു. ഇങ്ങനെ അതിന്റെ ഫോളോ അപ്പ് ആയിട്ടാണ് പിന്നീട് മാന്നാർമത്തായി വരുന്നത്. ഈ മാന്നാർമത്തായി വരുന്ന സമയത്തേക്ക് സന്ധ്യാവ് എന്നുള്ള പേര്, ക്യാരക്ടർ നെയിം, അപ്പോൾ എല്ലാവരും സിനിമ ആദ്യ കാഴ്ചയിൽ എല്ലാവരും നോക്കിയിരിക്കുക സന്ധ്യാവ്. അപ്പോൾ ഇന്ത്യൻ ചേട്ടൻ പറയുന്നുണ്ടല്ലോ, കിടിലൻ നടിയ, ഞാൻ കണ്ടിട്ടുണ്ട്, അടിപൊളി, ഞാൻ പറയുന്നിടത്താണ് എടാ സന്ധ്യാവ് എന്ന് വിളിക്കുമ്പോൾ മുതലാളി ആശാൻ വിളിച്ചോന്ന് ചോദിച്ച് ആശാന്റെ അടുത്തേക്ക് ജനലിൽ അവിടെ നിന്ന് കയറി വരുന്നത്. സന്ധ്യാവും എല്ലാവരും പെണ്ണായിരിക്കും ഉം. എന്നൊക്കെ പല പല ഭാവന എല്ലാവരും. അതെ അതെ. അപ്പോഴാണ് ജനലിലെ കൂടി ഒരു സാധനം വന്നത്, എന്നെ കാണുന്നത് ഇതാണോ സന്ധ്യാവ് എന്ന് തോന്നുന്നത്. അത് ഉം അധികം ഭയങ്കരമായ സ്ക്രീൻ ടൈമിനപ്പുറത്തേക്ക് ഉള്ള ടൈമിൽ ഈ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മുടെ തലയിൽ നിൽക്കുന്നുണ്ട്. ഉം. അപ്പോൾ അതിൽ ഇങ്ങനെ സന്ധ്യാവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ തലയിൽ വരുന്ന ഫസ്റ്റ് വിഷ്വൽ ഏതാണ്? മറ്റേ എടാ എൽദോ നിന്റെ സിനിമയിൽ എടുത്തു സിനിമയിൽ എന്നുള്ള എടുക്കുന്നതാണ്. നീട്ടി വിളിച്ചുള്ള പറച്ചിലടക്കമാണ്. ഈ ക്യാരക്ടറുടെ വലിപ്പം എനിക്ക് ചോദിക്കാനുള്ളതാണ്. ഒരു സിനിമയിൽ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ആവട്ടെ, അല്ലെങ്കിൽ 2 or 3 സീൻ ആവട്ടെ, ശരിക്കും എന്താണ് ഹരിശ അശോകൻ എന്ന ആക്ടർ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഒരു കഥ കേൾക്കുമ്പോൾ? ക്യാരക്ടറിന്റെ സ്ക്രീൻ ടൈം ആണോ, പെർഫോമൻസ് ടൈം ആണോ, എന്താ ശരിക്ക്? ഞാൻ അന്ന് എന്ന് പറഞ്ഞാൽ എല്ലാം അഭിനയിക്കും. ഉം. കാരണം നമ്മൾ കിട്ടുന്ന സിനിമകളൊക്കെ അഭിനയിക്കുകയല്ലേ, നമുക്കന്ന് സെലക്ട് അതെ. ചെയ്യാനായിട്ടുള്ളൊരു ആയിട്ടില്ല നമ്മൾ. അപ്പം അങ്ങനെ കുറേ സിനിമകൾ ഇപ്പോൾ ഏകദേശം ഒരു 320 340 സിനിമകളായിട്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ആ സമയത്ത് തന്നെ കുറച്ച് സിനിമ കഥകൾ കേൾക്കാൻ തരുന്നത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ അന്ന് മറ്റേ ചെയ്ത പോലെ അല്ലാത്തൊരു സാധനം കിട്ടുമ്പോൾ അത് നമ്മളതെടുക്കും. ഉം. ഇപ്പം നമ്മൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു സീനാണെങ്കിലും ഉം. പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സീനാണെങ്കിലും അഭിനയിക്കും. ഉം. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും കുറേ കാലമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഉം. മാർത്താണ്ഡൻ്റെ ഒരു പടം ഞാൻ ചെയ്തു. അത് മഹാറാണി. ഏ മഹാറാണി അല്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചെയ്തത്. ഇപ്പം ചെയ്ത് ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞു. ഓട്ടംതുള്ള. അപ്പോൾ അതിന് മാർത്താണ്ഡൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എന്നാൽ ഇതിലൊരു ക്യാരക്ടർ, ഒരു ഫുൾ തണ്ണിയായിട്ടുള്ളൊരു ക്യാരക്ടർ, മരുമോനാണ്, മരിച്ച വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്, അതിലാണ് ചെയ്യേണ്ടത്. നമുക്ക് ചേട്ടൻ ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചു. ഞാൻ എന്താണ് ഞാൻ ചെയ്യാം, എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ചെയ്യാം. പണ്ട് ദിലീപായിട്ട് അഭിനയിച്ചിരിക്കണം ആ സ്റ്റൈലിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന്. അതിപ്പോൾ നമ്മൾ ചെയ്യാറില്ല അങ്ങനെ. ആ ഒരു മീറ്റർ വേറെയാണ്, നമുക്കതാണ് വേണ്ടത് എന്ന് പറഞ്ഞ്. അത് ഓവറാവും ഇല്ലല്ലോ, ഒരിക്കലും ഓവറാവില്ല. ചേട്ടൻ ചെയ്ത് ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അത് നോർമലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പിന്നെ ടെൻഷൻ തുടങ്ങി. പിന്നെ അങ്ങനെയാണ് എൻ്റെ കാര്യം, അങ്ങനെയാണ്. ഞാനിത് സീനൊക്കെ എടുത്ത് ഞാൻ ഇപ്പോഴും വീട്ടിൽ നിന്ന് അഭിനയിക്കും, റൂമിലാണെങ്കിലും ഇന്ന് അഭിനയിക്കും. നാളെ എടുക്കേണ്ട സീന ഇന്ന് അഭിനയിച്ച് നോക്കും. ഇപ്പോഴും ഉണ്ട്, കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ സിനിമ സെറ്റ് ചെല്ലുന്നത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന പോലെയാണ് മാർത്താണ്ഡ പടത്തിൽ ചെല്ലുന്നത്. കാരണം ഇത് പഴയ പോലെ ചെയ്യണ്ടേ. അവിടെ ചെന്നു, അപ്പോഴും ഞാൻ ചോദിച്ചു നമുക്ക് ഇത്തിരി കുറച്ച്, ഇല്ലില്ല പഴയ സ്റ്റൈലിൽ തന്നെ ചെയ്തു, ദിലീപിൻ്റെ കൂടെ ചെയ്തേക്കണം അതേ മീറ്ററിൽ ചെയ്തു, സ്പീഡും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ കയ്യും എന്തോ പോലെ ഇത് ചെന്നിട്ട്. പക്ഷേ അന്ന് സെറ്റിൽ മുഴുക്കെ എല്ലാവരും എല്ലാവരും മാനേജർമാർ, ഇവർ ആർട്ടിസ്റ്റുകളും ലേഡി ആർട്ടിസ്റ്റുകൾ കുറേ പേരുണ്ട് അവിടെ, അവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് സീൻ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതാ പഴയ അശോകനട്ടാ, ഇത് മതി, ഇങ്ങനെ മതി. അപ്പം കഴിഞ്ഞാൽ കൂടുതലാണോ, കൂടിപ്പോയോ മാർത്താണ്ഡനോടും എല്ലാവരും ചോദിച്ചപ്പോൾ ഇല്ല ഒരു കൂടില്ല, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പടം ഫുൾ ചെയ്തേക്കുന്നത്. കള്ളുകൂടിയൻ്റെ അല്ല, പണ്ട് ഞാൻ ദിലീപിൻ്റെ ആ മീറ്ററിലാണ് ചെയ്തേക്കണത്. ഇപ്പം നമ്മൾ നോർമലായിട്ട് കുറച്ച് ചെയ്യാം, അങ്ങനെ ചെയ്തേക്കണം. അപ്പം ഇനി അതൊന്നും ഡബ് ചെയ്തിട്ടില്ല, ഡബിങ് നടക്കുകയാണ്. ഡബ് ചെയ്യാനായിട്ടൊന്ന് പോകാൻ കാത്തിരിക്കുന്നത് എങ്ങനെയാ ചെയ്ത്. മോണിറ്റർ കണ്ടപ്പോൾ കുഴപ്പം തോന്നിയില്ല, എന്നാലും അതേപോലെ തന്നെയാണ് ഇപ്പോൾ നാദിർഷയുടെ പടം ചെയ്യുന്നുണ്ട്. അപ്പം നാദിർഷയുടെ പടത്തിലും നാദിർഷ വിളിച്ച് പറഞ്ഞു വെച്ചാൽ മറ്റേ ഓട്ടംതുള്ളൽ ചെയ്തില്ലേ അതുപോലെ ചെയ്താൽ കൂടുതലല്ലേ എന്നപ്പോൾ അവന് എല്ലാവരും പറഞ്ഞു ചേട്ടാ ഇന്ന് നന്നായിട്ടുണ്ട്, ദൈവം ഇനി വരുമ്പോൾ അറിയാം. ഈ പെട്ടെന്ന് ഇപ്പോൾ മാതാമത്തേക്ക് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു പോയി ഹനീഫ് ഖാൻ എന്നുള്ള ഒരു പോയിന്റ്, അതിലിപ്പോൾ പഞ്ചാബി ഹൗസ് ഒക്കെ വരുമ്പോഴും
എപ്പോഴും സ്ക്രീനിൽ ഒരു കെമിസ്ട്രി വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കൂടെ അതിലൊരു സിങ്ക് എവിടെയോ ഉണ്ടല്ലോ. അതിലാണല്ലോ ഇതെല്ലാം ഗീവ് ആൻഡ് ടേക്കുകൾ, നിങ്ങൾ കൗണ്ടർ ചെയ്യുന്നത്, അത് മനസ്സിലാക്കി തിരിച്ച് കൗണ്ടർ ചെയ്യുന്നത് എല്ലാം വർക്ക് ആവുന്നത് അവിടെയാണല്ലോ. ഈ ക്വസ്റ്റ്യൻ ഹനീഫ് ആസ് എൻ ആക്ടർ ശരിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വ്യക്തികൾ ഒരാൾ കൂടിയാണല്ലോ. ആക്ടർ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ് എന്ന രീതിയിലോ ഹനീഫ്ഖാൻ ഇപ്പോൾ എങ്ങനെയാണ് ഒന്ന് ഓർത്തത്? അയ്യോ, അനിഫിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് അനിഫിക്ക ഇല്ലാതെ ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതെന്താ? കാരണം അങ്ങനെയായിരുന്നു ദിലീപിന്റെ സിനിമകളിലൊക്കെ എന്തായാലും അനിഫിക്ക ചെയ്തിട്ട് ഞാൻ ഉം, സലീം കുമാർ അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ. ഉം, ഉം, പക്ഷെ അത് ആ കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കായി കിടക്കുക. ആ ട്രാക്ക് കറക്റ്റായിരുന്നു. ഉം, ഇപ്പം നമ്മൾ പെട്ടെന്ന് മാറി വേറെ സിനിമ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ സ്പീഡ് ആ സ്പീഡ് അതിൽ പറ്റുമെന്നൊരു സംശയം തോന്നും നമുക്ക്. ഇവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് പോയി ആ ഒരു കെമിസ്ട്രി വർക്കായി കിടക്കണോണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ വേറെ ഒരാളായിട്ട് അഭിനയിക്കാൻ നമുക്ക് ആ സ്പീഡിലേക്ക് ചിലപ്പോൾ കിട്ടാം. പക്ഷേ ദിലീപ് ഞാനുള്ള കെമിസ്ട്രി ഉം, കുറേ അങ്ങനെയാണ്. ഇപ്പോൾ ആ സ്പീഡ് ഞാനൊരു ഡയലോഗ് പറയുമ്പോൾ അവൻ്റെ ഒരു സ്പീഡും എൻ്റെ സ്പീഡ് കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ആ സാധനമൊക്കെ ആ അനീഫിക്കൊക്കെ പകരം ഒരാൾ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഉം, ഇപ്പോൾ വേറെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് അണിയറയിൽ. ഉം, മീൻ ഒരു അനീഫിക്കനെ ചെയ്തിട്ട് എന്തൊരു പടം ചെയ്യാനായിട്ട് ഇപ്പം ഞാനും ഉണ്ടായില്ല. ഉം, അപ്പം നമ്മളിങ്ങനെയൊക്കെ അത് ഓരോ സീൻ ഇപ്പം നമ്മളൊരു സീൻ നമ്മളൊന്ന് ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതൊന്ന് ഇരുന്നിരുന്നു ചിലപ്പോൾ ഒന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് ഉം, പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാൽ അനീഫിക്ക ചിരിച്ചാൽ നിർത്തൂല. ഉം, ഇത്രയും കോമഡി ആസ്വദിക്കുന്ന ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഉം. ചിരിച്ച് കമന്ന് കിടന്നൊക്കെ ചിരിച്ചു പോകും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചിരി മൊത്തം ആ കഴിഞ്ഞ്. അത്രയും ആസ്വദിച്ചാണ് ചിരിക്കുന്നത്. ഉം, അപ്പോൾ അത്രയും ടൈമിങ്ങും ഹ്യൂമർ സെൻസും ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഉം, പകരം ഒരാളെ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഉം, അപ്പം അങ്ങനെ ദിലീപിൻ്റെ കൂടെ ഇപ്പോൾ അഭിനയിക്കുന്ന ഗ്യാങ്ങിൽ പലരും ഇപ്പോൾ ഒടുവിൽ ഉണ്ണിച്ചേട്ടൻ ഇല്ല, ജഗതി ചേട്ടൻ, ഉം, പിന്നെ അനീഫിക്ക ഇവരൊക്കെ ഇല്ലാതെ വരാൻ നേരത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു ഉം. എങ്ങനെയാണ് അതിന് അതെ. ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും പഞ്ചാബി ഹൗസ് മെൻഷൻ ചെയ്യണം എന്ന് തോന്നുന്നു. അപ്പോൾ പഞ്ചാബി ഹൗസിൽ ഹനീഫികയിൽ നിന്നാണല്ലോ രമണന്റെ ഇൻട്രോ വരുന്നത്. ഹനീഫയെ വിളിച്ചിരിക്കുന്നു, അവിടെ നിന്ന് പെട്ടെന്ന് ബോട്ടിൽ മുതലാളി ജഗ ജഗ വിളിച്ച് ഭയങ്കര മാസ് ഇൻട്രോ ആണല്ലോ. ഇത്രയും വൈഡ് ഷോട്ടിൽ ഒരു ബോട്ടിന് മുന്നിൽ നയിച്ചുകൊണ്ട് കയറി വരുന്നു. ആ ക്യാരക്ടർ ഇന്നാണല്ലോ ഓർത്തിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനൊരു 10 വർഷം മുന്നേ തൊട്ട് ഈ ട്രോളുകൾ സജീവമാവുന്ന കാലം മുതലേ രമണന്റെ ഒരു കംബാക്ക് നടക്കുന്നുണ്ട്. പറഞ്ഞ ഡയലോഗുകൾ ട്രോളുകളിൽ വരുന്നു. അത് എന്ത് പൊളിറ്റിക്കൽ ഈവൻ്റ് ആവട്ടെ, സോഷ്യൽ ഈവൻ്റ് ആവട്ടെ, എല്ലാത്തിലും ഈ രമണൻ അറിഞ്ഞറിയാതെ ഒരു സാന്നിധ്യമാവുന്നുണ്ട്. രമണൻ്റെ ഇപ്പോൾ വിദ്യാബാലൻ ഒരു റീൽ ചെയ്തു. അതൊക്കെ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. കാരണം വെച്ചാൽ അത്രയും വലിയൊരു ആക്ട്രസ് അത് നമ്മുടെ അതെ. പഞ്ചാബി ഹൗസിൽ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഡയലോഗ് എടുത്തിട്ട് പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് ചെയ്തേക്കൂടെ. ലിപ്പൊക്കെ ഭയങ്കരമായിട്ട് സിങ്ക് ചെയ്ത് കുറേ വന്നു. എനിക്ക് കുറേ പേര് അഴിച്ചു തന്നിട്ട് ഭയങ്കര ചോദിക്കാൻ പറഞ്ഞു. അത് ഞാനത് അത്തരത്തിലൊരു ഇൻഫ്ലുവൻസ് ഒരു ക്യാരക്ടറിന്റെ ഒരു പക്ഷെ അന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മളിത് ആലോചിക്കുന്നില്ല. ഇത് മറ്റേ ജനറേഷനുകൾ താണ്ടുമെന്നൊന്നും അന്ന് ചിന്തിക്കുന്നില്ലല്ലോ. നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് ഇട്ട് ആ ക്യാരക്ടർ പെർഫോം ചെയ്യുന്നു. ആ ക്യാരക്ടറിനെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ക്യാരക്ടറിനെ പറ്റി ആദ്യം കേൾക്കുന്ന ബ്രീഫ്, ഇത് പെർഫോം ചെയ്യാൻ വേണ്ടി ചെന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു രമണൻ? അല്ല ഇത് ഈ കഥ എന്നോട് പറഞ്ഞ ഹൈവേ ഗാർഡനിൽ വെച്ചിട്ടാണ് ഉം, റാഫി മെക്കാട്ടിൻ. ഉം, അത് കേട്ടിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഹിറ്റാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡയലോഗ് ഞാൻ പറഞ്ഞത് ഇത് ഹിറ്റാണെന്ന് പറഞ്ഞു. അപ്പം മെക്കാട്ടിനെ പറഞ്ഞു നാവ് പൊന്നാവട്ടെ എന്ന്. ഉം, ഇത് കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ച ചോദ്യം ഇവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത്. അത് ഞാനില്ല. ഉം, ജനാർദ്ദനെ വെച്ചിട്ട് കിങ്കോ തിയേറ്റർ അപ്പുറത്ത് വെച്ചൊരു ഷോട്ട് ആ. പൂജ കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഇവിടെ വെച്ചിട്ടാണ് ആദ്യത്തെ എടക്കൊച്ചി വീട്ടിൽ വെച്ചിട്ടാണ് പഞ്ചാബി ഹൗസിൽ ആ. വെച്ചിട്ടാണ് ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത്. ഞാൻ ഇപ്പോഴും ഏത് ഡയറക്ടറോട് പുതിയ ഡയറക്ടർ പിള്ളേരാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യം അന്നും ഞാൻ പറയുന്നുണ്ട്. ഉം, ഇതെങ്കിലും സാക്ഷൻ സെക്കൻഡ് അപ്പം പറഞ്ഞോളൂ കേട്ടോ. ഉം. കാരണം എൻ്റെ മാത്രമല്ലല്ലോ സിനിമ, അതെ, അതെ. എല്ലാവരും കൂടുമ്പോഴാണ് അത് ശരിയാവുന്നത്. വർക്കാണ്. ആ അപ്പോൾ എന്തെങ്കിലും സാക്ഷൻസ് അങ്ങനെ അപ്പം പറഞ്ഞോളാം. ഇപ്പം ഞാൻ ഇപ്പോഴും അഭിനയിക്കുമ്പോൾ പിള്ളേരോട് പറയും, നമ്മുടെ പുതിയ ഡയറക്ടർമാരോടൊക്കെ ആണെങ്കിൽ ഞാൻ പറയും സീനിയോറിറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഉം, എനിക്കും തെറ്റുണ്ട്, ഒരുപാട് തെറ്റുകളൊക്കെ എന്നിലും കാണും. ഉം, അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് തന്നെ പോകണോട്ടാന്ന് പറയും. അന്ന് ഞാൻ റാഫിയുടെ അടുത്ത് പറഞ്ഞ് മെക്കാരനോടും പറഞ്ഞ് എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചോളോട്ടാ. അപ്പോൾ ഏത് പടം അന്ന് ചെയ്താലും ശരി ഇന്ന് ചെയ്താലും ആ പേടി ഇപ്പോഴും ഉണ്ട്. ഉം, ആ പേടി ഉള്ളത് കൊണ്ടാണ് സിദ്ദിഖ് തന്നെ ഡയറക്ടർ വിട്ടുപോയി. ഉം. ആ ഒരു പേടിയും ആ ഒരു ഇതുകൊണ്ടാണ് അശോകൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് എന്ന് തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതെ, അതെ. ഈ രമണന്റെ പറയുകയാണെങ്കിൽ തന്നെ ഇയാൾ പ്ലേസ്ഡ് ആയിട്ടുള്ള എല്ലാ സീനിലും
കൃത്യമായിട്ട് ആ ക്യാരക്ടറിനൊരു റോൾ ഉണ്ട് അവിടെ ചെയ്യാനായിട്ട്. ആ സീനിലൊരു ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ ഇയാൾ ഇപ്പോൾ ബാക്ക് ഡ്രോപ്പിനാണെങ്കിൽ പോലും ഇയാളോട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബി ഹൗസ് എന്ന സിനിമ നമ്മൾ ആലോചിക്കുമ്പോൾ ഇവർ ഒറ്റ ക്യാരക്ടേഴ്സിന് ഒരാൾ പോലും നമുക്ക് മറന്നിട്ട് ആലോചിക്കാനും പറ്റുന്നില്ല. ഈ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്ന മൊമെൻറ്റ് പഞ്ചാബി ഹൗസ്, ഇത്രയും ക്രൗഡ്, അവിടെ ഇത്ര ആളുകൾ വന്നിരിക്കുന്നു, നമ്മൾ ചെയ്ത ഹ്യൂമർ എല്ലാം വർക്ക് ആവുന്നുണ്ടോ, കൈയടിക്കുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ ജഡ്ജ് ചെയ്യുന്നത് അവിടെയാണല്ലോ. ഈ തിയേറ്ററിൽ പഞ്ചാബി ഹൗസ് കാണുന്നത് എങ്ങനെയായിരുന്നു ശരിക്കും? ആ തിയേറ്ററുകളെല്ലാം ഒരു ഗ്യാങ് ഇരുന്നല്ലേ കാണുന്നത്. വിത്ത് ഫാമിലി ഉണ്ടായിരുന്നു. ഇവർ ഈ കഥ എഴുതി എന്നോട് കഥ പറഞ്ഞതിന് ശേഷം കൊച്ചിൻ ഷിപ്പ്യാർഡ് റിക്രിയേഷൻ ക്ലബ്ബിൽ വെച്ചിട്ട് ഈ കഥ കംപ്ലീറ്റ് വായിച്ചു. അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ. കാരണം വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ഫാമിലി ഈ പടത്തിൻ്റെ ക്രൂസിൻ്റെ എല്ലാവരും കുറേ ഗസ്റ്റുകളൊക്കെ കൊടുന്ന് വിളിച്ചിട്ട് ആ ക്ലബ്ബിൽ വെച്ചിട്ട് ഈ കഥ റാഫി വായിക്കാനും കണ്ടു. അവിടെ ശരിക്കും സിനിമ സ്ക്രീൻ ചെയ്യുന്ന ഒരു ക്രൗഡ് ഉണ്ട്. അവിടെ എല്ലാവരും ചീരിയും കയ്യടിയും ബഹളവും കിട്ടിയപ്പോൾ തന്നെ അവർ പറഞ്ഞു അമ്മയ്ക്ക് എല്ലാവരും ഇത് ഹിറ്റാണെന്ന്. കാരണം അത് വേണം ശരിക്ക്. ഒന്ന് വായിച്ച് എല്ലാവരും ഗ്യാങ് എന്ന് പറഞ്ഞാൽ 10 പേരൊന്നുമല്ല, നമ്മളെയൊക്കെ ഞാനൊക്കെ അഭിനയിക്കും, എൻ്റെ വൈഫിനെ എൻ്റെ മക്കളെയൊക്കെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ഇത് വായിച്ച് എന്നിട്ട് ഇതൊരു അതെങ്ങനെ എൻജോയ് ചെയ്യുന്നുള്ള അപ്പം കിട്ടും നമുക്ക് അതിൻ്റെ സാധനം. അപ്പോൾ ഈ സംഭവം ഫസ്റ്റ് തിയേറ്ററിൽ കാണുമ്പോൾ ഫുൾ ചിരിയാണ്, നിർത്താതെ ചിരിയാണ്. അന്ന് അതിൻ്റെ അകത്തൊരു പെയിനും ഉണ്ട്. പണ്ട് സിദ്ദിഖാണത്, സിദ്ദിഖ് ലാലിൻ്റെ അത് മനസ്സിലാക്കാൻ പറ്റി നമുക്ക്. എന്ത് തമാശക്കും ഒരു നൊമ്പരം ഉണ്ടെങ്കിൽ ജനങ്ങളുടെ മനസ്സിലുണ്ടാവും അത്. ഇല്ലെങ്കിൽ ഒരു തമാശ നമ്മൾ പറയുന്ന ആ തമാശ അവിടെ തീരും, തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോയാലും അത് മനസ്സിലുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ ചെറിയ നൊമ്പരം ഉണ്ടെങ്കിൽ ആ തമാശകൾക്കൊക്കെ ഒരു ബലം ഉണ്ടാവും, ഒരു നമ്മുടെ മനസ്സിൽ കിടക്കും ഇങ്ങനെ. അതുകൊണ്ടാണ് ചാപ്ലിൻ്റെ ഒക്കെ ചാർലി ചാപ്ലിൻ എന്ന മഹാനടൻ്റെ തമാശകൾക്കൊക്കെ ഒരു നൊമ്പരമുണ്ട്. അയാളുടെ പോവർട്ടി, എംപ്ലോയ്മെന്റ്, ഇതെല്ലാത്തിനും ഭാഗമായിട്ട്. അതെ, എന്ന് പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് ഒരു നൊമ്പരമുണ്ട് ശരിക്കും. ഈ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ദിലീപിൻ്റെ ക്യാരക്ടർ, അതിലെല്ലാവർക്കും അവർ തമാശ പറയുന്നുണ്ടെങ്കിലും തമാശയുടെ പടം പോകുന്നതെങ്കിലും അതിൻ്റെ ബാക്കിൽ ഒരു നല്ല നൊമ്പരമുണ്ട്. നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ട്രാജഡിയാണല്ലോ സിനിമ മൊത്തം. ഈ പറഞ്ഞ ദിലീപിന്റെ ക്യാരക്ടർ മരിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ പെൺകൊച്ചിന് ശബ്ദമില്ല, അതിന്റെ പ്രശ്നങ്ങള്, രമണന് മുതലാളി മറ്റേ കടത്തിന്റെ കയറി അവസാന പോയിന്റിലാണ് ദിലീപിനെ കിട്ടുന്നത്, അവിടെ നിന്നുള്ളവരെ യാത്ര. വേറൊരു പെർസ്പെക്റ്റീവിൽ എൻറ്റയർലി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വളരെ ട്രാജിക് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്ന ക്യാരക്ടേഴ്സാണ് ഇവരെല്ലാവരും. പിന്നെ ഈ സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാക്കണം. ചിലപ്പോൾ ഈ ഇന്റർവ്യൂ കണ്ടിട്ടായിരിക്കും പറയണം, രമണൻ കള്ളം പറഞ്ഞിട്ടില്ല, രമണൻ ലൈഫിൽ കള്ളം പറഞ്ഞിട്ടില്ല, സത്യസന്ധനാണ്. അന്ന് മുതലാളി കള്ളം പറഞ്ഞിട്ടുണ്ട് അനീഫിക്കുന്ന, അത് നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. അത് ചിലർ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ ശരിയാണല്ലോ എന്ന് പറഞ്ഞു. അത് സത്യസന്ധനാണ്, പാവമാണ്, രണ്ടുപേരും പാവം, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പെട്ടുപോകുന്ന ഒരു അവസ്ഥ. ഈ ഇത്രയും ചിരിപ്പിക്കുമ്പോഴും രമണന്റെ വളരെ ഇമോഷണൽ ഒരു സട്ടിൽ മൊമെന്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് മോതിരം കൊടുക്കാൻ പോകുന്നത് ഭയങ്കര സീനാണ്. നിന്റെ കയ്യിൽ കയറില്ലായിരിക്കും, കുഞ്ഞിണ്ടാകുമ്പോൾ കൊടുത്താൽ മതി, എനിക്ക് തരാം ഇത്രയേ ഉള്ളൂ എന്ന്. അതാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞത്. കാരണം ഒരു ക്യാരക്ടർ ഇത്രയും കളിച്ചാൽ ആ ക്യാരക്ടറെ കൊണ്ടൊന്ന് എൻഡ് ചെയ്തേക്കണെയാണ്. ആ ക്യാരക്ടറെ കൊണ്ടൊന്ന് എൻഡ് ചെയ്യുന്നത് ആ മോതിരം കൊടുക്കുമ്പോഴാണ്. എൻ്റെ കയ്യിൽ ഇതുള്ളടാ, ഇത് നിന്റെ വിരലിപ്പോൾ ആകില്ല, നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിൻ്റെ വിരലിടാ, എൻ്റെ കയ്യിൽ ഇതുള്ളടാ എന്ന് പറയുന്നതാണ് രമണൻ്റെ എൻഡിങ് ആണ്. ശരിക്കും തീർത്ത് വേണം ആ കഥ. ഇങ്ങനെ ഒരു കഥാപാത്രങ്ങളെ ഒന്ന് എൻഡ് ചെയ്ത് കിട്ടണം എപ്പോഴും. സത്യം 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 സത്യം. ഇതൊരു തുടക്കമായിട്ട് ഇവരെങ്ങനെ വെടികെട്ട് പോലെ കൊണ്ടുപോയിട്ട് പലപ്പോഴും ഇത് എൻഡിങ് വരുന്നില്ലല്ലോ, ഒരു ക്ലോഷർ ഇല്ലാണ്ട് പലപ്പോഴും പല ക്യാരക്ടേഴ്സും പോകുന്നുണ്ട്. ഇന്ന് ഇത്രയും നമ്മൾ ഈ ചിരിപ്പിച്ച ഹരീഷ് രശ്വാനെ പറ്റി സംസാരിച്ചു. എനിക്ക് അതിലിപ്പോൾ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരള ക്രൈം ഫയൽ സീസൺ 2, അതിൽ അയ്യപ്പൻ, നേരത്തെ ഞാൻ ഓഫ് ദ ക്യാമറ പറഞ്ഞ പോലെ അയ്യപ്പൻ നോട്ടത്തിൽ, ഭാവത്തിൽ, ചലനത്തിൽ, എല്ലാ തരത്തിലും ഇതുവരെ കാണാത്ത അശോകേട്ടനാണ്. അത്ര തന്നെ അയ്യപ്പൻ എന്നുള്ള പേര്, ആ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ അത്രയും ഡീറ്റെയിൽ ചെയ്യുന്ന പോലെയാണ് അറ്റയർ, ഇയാളുടെ എല്ലാ മാനറിസങ്ങളും ഭയങ്കര ഡീപ്പായിരുന്നു പെർഫോമൻസിൽ. ഒരുപാട് സ്ക്രീൻ ടൈമിന് അപ്പുറത്തേക്ക് സീരീസിനെ കൊണ്ടുപോകുന്ന അമ്പിളി അയ്യപ്പനാണ്. അതിൽ നമ്മൾ ഭയങ്കര കൺവിൻസ്ഡാണ് സീരീസ് കാണുന്ന സമയത്ത്. എന്താ ശരിക്ക് അയ്യപ്പനെ കേൾക്കുമ്പോൾ, അയ്യപ്പനെ പെർഫോം ചെയ്യുമ്പോൾ, അയ്യപ്പനെ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്? ഇതിൻ്റെ തുടക്കം തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മോനെ കാണാൻ വേണ്ടിയിട്ടാണ് അഹമ്മദ് വരുന്നത്, ഡയറക്ടർ. അപ്പോൾ ഡോറ് തുറന്നു കൊടുത്ത ഞാനാണ്. അപ്പോൾ എന്നെ കണ്ടു ചേട്ടാ നമസ്കാരം ഒന്നുകൊണ്ടിരുന്നിട്ട് അങ്ങനെ മോനായിട്ട് സംസാരിച്ചു പോകുന്ന സമയത്ത് ഇവർ ചിന്തിച്ചതാണ് നമുക്ക് ആ വേഷം, അയ്യപ്പൻ്റെ വേഷം അശോക് ചേട്ടന് കൊടുത്താലോ എന്ന് വിളിച്ച്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ വിളിച്ച് അശോക് ചേട്ടൻ വെബ് സീരീസ് ചെയ്യുമോ? ഞാൻ പിന്നെ പിന്നെന്താ, തെങ്ങ കയറി തേങ്ങ ഇടുന്ന ആൾ അടക്കാൻ പറ്റത്തില്ലെങ്കിൽ അടക്കുകയും ഇടാമല്ലോ, അതല്ല ജോലിയല്ലേ, എല്ലാം ചെയ്യാം, ഒന്നും കുഴപ്പമില്ല, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു 3-4 ഡേയ്സ് ഉണ്ടാവുള്ളൂ,
ഒരു കുഴപ്പമില്ലാന്ന്. കാരണം എനിക്ക് അഹമ്മദിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ജൂൺ സിനിമയും മധുരം സിനിമയൊക്കെ ഹിറ്റ് സിനിമകളുടെ പാറ്റേൺ രണ്ടും രണ്ട് പാറ്റേണിലെ സബ്ജക്റ്റ് ഡയറക്റ്റ് ചെയ്ത ആളാണ്. എനിക്ക് അന്ന് തുടങ്ങിയ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഭയങ്കര മേക്കിങ്ങിൻ്റെ രാജാവാണ്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്നു. എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്ത് തന്നു സംഭവം ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ സിനിമ ഇത് വെബ് സീരീസ് കണ്ടപ്പോഴാണ് ഇത്രയും ഡെപ്ത് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അത് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് അത്രയും കിട്ടിയില്ലായിരുന്നു. ആ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഈ ക്യാരക്ടർ ഇങ്ങനെ ഒരു ഭാര്യ, രണ്ടുപേരും ഭാര്യമാർ ഒരാളാണ് എന്നൊക്കെ പറയുന്നത്. അവസാനം ഇങ്ങനെ ഓരോ സീൻ എടുക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പുറകിലെ സംഭവങ്ങൾ പിന്നെയും പിന്നെയും പറഞ്ഞു തരും എനിക്ക്. അങ്ങനെ വഴിക്കാണ് അത്. അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ ഓർഡറിലെടുത്താൽ മതി പോരെയെന്ന്. അത് ഒരു സംഭവം മാത്രം ഓർഡറിലെടുക്കൂല, ബാക്കി സീൻസൊക്കെ നമുക്ക് ഓർഡറിലെടുക്കാം. പക്ഷേ ഇത് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പം ഞാൻ പറയും, അപ്പോഴും അവിടെ പറയും, ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കറക്ഷൻ്റെ പിടിച്ചോളും, അതൊക്കെ പറഞ്ഞോളൂ കേട്ടോ. പക്ഷേ അഹമ്മദ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ചെയ്തപ്പോൾ. എനിക്ക് അഹമ്മദെന്നല്ല, ആ ക്രൂസ് ഇപ്പോഴത്തെ പിള്ളേർ ഗ്യാങ്ങിൽ ഭയങ്കര എനർജിയാണ്. നമ്മൾ കാരവനിലിരിക്കാൻ തോന്നൂല, അവരുടെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കാന്ന്. ഭയങ്കര രസമാണ്. കടകനൊക്കെ ചെയ്തപ്പോൾ നല്ല വേഷമാണ് കടകനൊക്കെ ഇട്ട്. അതിൻ്റെ ഡയറക്ടറൊക്കെ അവരെല്ലാവരും അവിടെ, ഞാൻ അവിടെ തന്നെ ഇരിക്കും. കാരണം അവരുടെ പണ്ട് നമ്മളൊക്കെ കാരവനൊന്നും ഉണ്ടായില്ല, അവർ മൂടാണ് എന്ന് പറഞ്ഞ പോലെ. ഈ ക്രൈം ഫയൽ ചെയ്യാൻ ഒപ്പത്തിനൊപ്പം ഡയറക്ടറും പിന്നെ അസോസിയേറ്റും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാവരും ക്യാമറമാനും ഒക്കെ ഇങ്ങനെ നിൽക്കും. നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ വന്നിട്ട് ചേട്ടാ കലക്കിട്ട എന്ന് പറയും. നേരാണ് എന്നൊക്കെ ചോദിക്കും, ചേട്ടാ കണ്ടു നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത്രയും ആകുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ഡെഫിനറ്റ്ലി സത്യസന്ധമായിട്ട് പറയാണ്. കാരണം ഇത്രയും ഡെപ്ത് ആകുമെന്ന് ആ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയില്ല. ഈ പറയുമ്പോൾ ഈ അയ്യപ്പൻ്റെ മാനറിസങ്ങളിലൊക്കെ ഇപ്പോൾ അയാളൊരു മുണ്ടെടുക്കുന്നതാവട്ടെ, കോസ്റ്റ്യൂമില് ഇയാളുടെ നോട്ടങ്ങള്, ഒരുപക്ഷെ അമ്പിളിക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന ആളാണ് ഇയാൾ എല്ലാ കാലത്തും. ആദ്യമേ പറഞ്ഞു, അതിൽ തന്നെ ഡിപ്പെൻഡന്റ് ആണ്. എന്നാൽ ഇയാൾക്ക് വേണ്ടത് ഇയാളുടെ ഒരു ഇൻഡിപെൻഡൻസി ആണ്, ഒരു ഫ്രീഡം ആണ് ഇയാൾക്ക് വേണ്ടത്. പക്ഷെ അതിനുള്ള ധൈര്യം ഇയാൾക്ക് പലപ്പോഴും ഇല്ല. ഇയാളുടെ സ്ട്രഗിൾ ത്രൂ ഔട്ട് ഉണ്ട്. അതിപ്പോൾ ഞാൻ ഈ നടത്തത്തിലടക്കം ഇയാൾ ഭയമുണ്ട് ഇയാളുടെ എപ്പോഴും. എന്താ ചെയ്യേണ്ടത്, കൺഫ്യൂഷനാണ് ഇയാളുടെ എപ്പോഴും ഉള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ക്യാരക്ടറിനെ കിട്ടിക്കഴിഞ്ഞ് ഇപ്പോൾ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, സീൻ നേരത്തെ റിഹേഴ്സ് ചെയ്ത് നോക്കാറുണ്ട്. ഏത് സിനിമയാവട്ടെ, ഏത് ക്യാരക്ടർ ആവട്ടെ, പ്രത്യേകിച്ച് അയ്യപ്പനും എടുത്ത് പറയുകയാണെങ്കിൽ അയാളോട്ട് ഇപ്പോൾ ക്യാരക്ടറിന് അശോകനിലോട്ട് എത്തിക്കുക എന്നുള്ളത് അതൊരു പ്രക്രിയയാണല്ലോ. അത് അത്ര എഫേർട്ട് ഇട്ട് ചെയ്യുന്നതാണോ? ഇതിൽ ഞാൻ മുന്നേ ചെയ്ത ക്യാരക്ടർ വരാനും പാടില്ല, അങ്ങനെ ഒരു ചലഞ്ചും കൂടി ഇല്ലേ? മുന്നേ ചെയ്ത ക്യാരക്ടർ വരാൻ പാടില്ല, പക്ഷെ നമുക്ക് ഏത് നടനും അവരുടേതായ ഒരു മാനറിസം വരും, വന്നിരിക്കും നമ്മളിലെ മനുഷ്യൻ്റെതായിട്ടുള്ള. അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ആ ക്യാരക്ടറായിട്ട് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും വരും അതങ്ങനെയുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം അയ്യപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്ന് മനസ്സിൽ വന്നു, ഇയാൾ ഭയങ്കര കഞ്ചാവാണ്. ഫസ്റ്റ് തുടങ്ങണ ഇയാൾ കഞ്ചാവ് വലിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഒരു മൈൻഡും അയാളുടെ നിപ്പും അയാളുടെ കണ്ണും അയാളുടെ ഇരിപ്പൊക്കെ ആ സ്റ്റൈല് വേണം. അത് ആ ഇരിപ്പ് അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ കാലിങ്ങനെ വെച്ചിരിക്കട്ടെ എന്ന് ചോദിച്ചു. ചാരി ഇരിക്കണ്ട, ചാരാതിരുന്നാൽ മതി, ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നൊക്കെ ഡയലോഗ് പറയുന്നുണ്ട് അണിയറയെന്ന്. അപ്പോഴും നമ്മളത് ചെറിയൊരു ലുക്ക് ഇത്രയൊക്കെ ഉള്ളു. കാരണം കഞ്ചാവ് വലിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. വെള്ളം അടിക്കും കഞ്ചാവ് വലിക്കും ഇയാൾ, രണ്ടും ചെയ്യും. അങ്ങനെ അവിടുത്തെ ചെയ്ത് ഈ സാധനം ഇത് ഞാൻ കൊടുത്തല്ല, നീ മറ്റേ കൂടെ എന്ന് പറഞ്ഞാൽ കൂളായിട്ട് പോകുന്നു. അതിൽ അതേ ഇത് ഞാൻ കൊടുത്തോളാം, നീ അത് അവിടെ കൊണ്ടേ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, ഇത് ഞാൻ കൊടുത്തോളാം, നീ അത് ഇത്രേ മതി അവിടെ. അപ്പോൾ അത് പറയുമ്പോൾ ഇങ്ങനെ തന്നെ മതി, ഇങ്ങനെ ചെയ്തത്. അഹമ്മദ് ഭയങ്കര രസമായിരുന്നു നമുക്ക്. അഹമ്മദ് മാത്രമല്ല, അസോസിയേറ്റും അവരെല്ലാവരും വരും. നമ്മൾ ഷോട്ട് എടുത്ത് അടുത്ത ഷോട്ട് പറയുമ്പോൾ എല്ലാവരും വരും. അല്ല പെർട്ടിക്കുലർ സീക്വൻസ് കൂടെ ഉണ്ടല്ലോ, അമ്പിളിയും അയ്യപ്പനും ഭാര്യയൊക്കെ ഭാര്യയായിട്ടുള്ള അത് നല്ല സീൻ. അതിലൊരു ശരിക്കൊരു മാസ്റ്റർ മൈൻഡ് വർക്ക് ചെയ്യുന്നത് അവിടെയാണല്ലോ ഇതിന്റെ എല്ലാ കോർ സാധനം കിടക്കുന്നത്. പിന്നെ ആ സമയത്തും അയാളാ ഇത് കേറി ഇയാൾ വന്ന് അവിടെ ഇരുന്ന്, അയ്യപ്പൻ മറ്റാൾ അവിടെ ഇരുന്ന്, ഇന്ത്യൻസ് അവിടെ ഇരിക്കണം. അപ്പം ഞാനിവിടെ വന്നിരുന്ന് പറ്റും, നിന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്ന് പോകണം എന്നൊക്കെ പറയാണ്ട് ഇയാൾ ഒരു നോട്ടമുള്ളൂ ഇങ്ങനെ. ആ നോട്ടത്തിൽ തന്നെ സംഗതി മനസ്സിലായി. അവിടെ പിന്നെ ഡയലോഗിന്റെ ആവശ്യമില്ല, അവിടെ സ്പൂൺ ഫീഡിങ് ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി നോക്കി കഴിഞ്ഞിട്ട് ഞാത്തു ഭാര്യത്ത് വരെ പോണില്ല. പിന്നെ ഇയാൾ നോക്കി, അത് പിന്നെ സൈലൻസാണ്. ആ സൈലൻസാണ് ഗംഭീരം. അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ സംഭവം എടുത്തതൊക്കെ എന്താ വെച്ചാൽ അതുപോലത്തെ സംഭവം നമ്മൾ ചെയ്തിട്ടില്ല. കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൊതിയാണ്. ഇപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കണേണ് ഓരോ വേഷം. അല്ല, ഈ കൊതി പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്,
ഒരുപാട് സിനിമകളൊക്കെ ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനുള്ള പോലെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ 2002 തന്നെ 12ഓളം സിനിമകൾ റിലീസാവുന്നുണ്ട്. ഓ ഷൂട്ട് ചെയ്തത് വേറെ. അത്ര ലൊക്കേഷൻ, അത്ര ക്യാരക്ടേഴ്സ് ഓടി നടന്ന് അഭിനയിക്കുന്നു. ഇതിലെവിടെയൊക്കെയോ ഒരേ ഫ്ലേവറുകളുണ്ടല്ലോ. ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഏതാണ്ട് ഒരേ ഫ്ലേവറുകൾ വരുന്ന സമയങ്ങളുണ്ടാവാം, സന്ദർഭങ്ങളുണ്ടാവാം. അപ്പോഴും ശരിക്ക് ആഗ്രഹിച്ചിട്ടില്ലേ ഇതൊന്നും അല്ലാത്തൊരു ക്യാരക്ടർ. ഇപ്പൊ ആകാശം വരുന്നുണ്ട്. അതിനൊക്കെ മുന്നേ ഹരിശേഷൻ എന്ന ആക്ടർ ഈ കൊതി മുന്നേ ഉണ്ടായിരുന്നില്ലേ? ഒരു അത് അതിനൊരു ഒരു ഒരു കാര്യം എൻ്റെ താടി തന്നെയായിരുന്നു. ഉം. കാരണം വെച്ചാൽ നമുക്ക് താടി പിടിച്ചിട്ട് ഒരെണ്ണം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് പല ഡയറക്ടർമാരും ഉം. വേണ്ടെന്ന് പറഞ്ഞാണ്. ആ. കാരണം ഇത് വെച്ച് നീ ഐഡൻറ്റിറ്റി നിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടു, ഉം. ഞാൻ താടി പഠിക്കട്ടെ എന്ന് വെച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്. ഉം. എന്നിട്ട് ഇതാണ് നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതാണ് അശോക് ഇത് ഇഷ്ടം, ഉം. ഇത് മാറ്റിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒറ്റ രൂപത്തിലാണ് ഭിക്ഷക്കാരനാവുന്നതും ഉം. അനിയത്തിപ്രാവിലെ കോളേജ് സ്റ്റുഡൻ്റ് ആവുന്നതും കോൺസ്റ്റബിൾ ആവുന്നു. കോൺസ്റ്റബിൾ ആവുന്നതും എല്ലാം നമ്മൾ കൃഷ്ണനാവുന്നതും വരെ നമ്മൾ ഒറ്റ താടി വെച്ചിട്ടാണ്. പക്ഷെ അതൊക്കെ അന്നേ നമ്മളിത് വടിച്ച് പല ടൈപ്പ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരുപക്ഷെ നമുക്ക് അതെ അതെ നേരത്തെ. എക്സ്പ്ലോർ ചെയ്യാനുള്ള പിന്നെ മറ്റൊന്നൊരു വശമുണ്ട്, ഇതൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന പരിപാടിയാണ്. അന്ന് നമ്മൾ ഇതിനൊക്കെ ഇത് കിട്ടുമ്പോൾ ആ ഒരൊറ്റ തരംഗത്തിൽ നമ്മൾ കുറേ പടങ്ങളങ്ങ് ചെയ്ത് നമ്മൾ മതലേന്നും ഉം. പിന്നെ ടി വിയിൽ നിന്നും മാറരുത്. എന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ആവും. ഉം. പിന്നെ ഞാൻ പല കഥകളും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം അതിലെ മറ്റേ സാധനം ഒന്ന് പിടിച്ചു വെക്കുക ചേട്ടാ, അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ഇത് തന്നെ ചെയ്യാം, അങ്ങനെ പോയി. ആ. അങ്ങനെ റിക്വസ്റ്റ് കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് വേഷങ്ങളും ഉം. ടിക്കി ടാക്ക് ഉം. എനിക്ക് എൻ്റെ ഭാവനയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ഗംഭീര സംഭവമായിരിക്കും. ഞാൻ ചെയ്യാത്തൊരു വേഷമാണ്. ഉം. പിന്നെ ഇപ്പോൾ 2-3 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉം. അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതിൽ പക്കാ നെഗറ്റീവ് ചെയ്യുന്നുണ്ട് ഉം. 2 ഇമോഷനായിട്ടുള്ളത്. അതായത് നമ്മളിനി അത് ആ ഇമോഷൻ ഇനി എങ്ങനെ ചെയ്യണം, ആ. അതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഉം. 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 അതിൽ ഒരു വില്ലനെ കൊല്ലുന്നുണ്ട്, ഉം. മെയിൻ വില്ലനെ കൊല്ലുന്നുണ്ട്. പക്ഷേ അത് ഡിസ്കഷനിൽ വന്നപ്പോൾ കൊല്ലാതെ നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും, ഉം. അങ്ങനെ ഒരു പുതുമയൊക്കെ വന്നിട്ടുള്ള കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ത്രില്ലാണ് ഇപ്പോൾ ഞാൻ. ഉം. അത് ആ ഫയർ ഇപ്പോഴും ആ, എനിക്ക് താടി പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് ആലോചിച്ചപ്പോൾ രാക്ഷസ രാജാവിലെ പത്രോസ് ഈ അതിലൊരു സീൻ ഉണ്ടല്ലോ, മമ്മൂക്ക് ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് നിന്റെ താടി ഞാൻ വടിക്കടാന്ന് പറഞ്ഞ് കത്തിയേക്കിട്ട് രണ്ടുപേരും മദ്യപിച്ച് നിന്ന് അഭിനയിക്കുന്ന മദ്യപിച്ച പോലെ അഭിനയിക്കുന്ന സീക്വൻസ്. ഈ രാക്ഷസ രാജാവ് അതിൽ തന്നെ മറ്റേ ചെവിയിൽ ഇതിടുന്നതൊക്കെ മീമായി മാറിയിട്ടുണ്ട്. ആ ക്യാരക്ടർ ഈ മമ്മൂട്ടി എന്ന ആക്ടർ നിങ്ങൾ കൂടുതൽ കോമ്പിനേഷൻ ആദ്യം വരുന്നത് രാക്ഷസ രാജാവിലായിരുന്നല്ലോ. ഉം. അത്ര സമയം ക്രോണിക് ബാച്ചിലറിനൊക്കെ മുന്നേ അവിടെയാണല്ലോ ഇത് തുടങ്ങുന്നത്. രാക്ഷസ രാജാവും പത്രോസും ഇപ്പൊ എങ്ങനെ റീകളക്ട് ചെയ്യുന്നത്? രാക്ഷസ രാജാവ് ചെയ്യുന്ന സമയത്ത് ചെയ്തുകൊണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുസൃതി എന്ന് പറഞ്ഞ പടം ചെയ്തു. കുസൃതി അനിൽ ബാബുവിൻ്റെ അതിൽ സെൻട്രൽ ക്യാരക്ടറാണ് ഞാൻ. ഒരു ചിൽഡ്രൻസ് ഫിലിം പോലത്തെ ഒരു സിനിമ, അത്ര ഹ്യൂമർ ടച്ചൊക്കെ ഉള്ള ഒരു സംഭവം ഇരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സോങ്ങും 2 സീനും ബാലൻസ് ഉള്ളപ്പോഴാണ് ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് തുടങ്ങി ഈ ഇതിൻ്റെ രാക്ഷസ രാജാവിൻ്റെ വിനേട്ടൻ്റെ. അപ്പം ഞാൻ താടി എന്തെങ്കിലും പോലീസുകാരനല്ലേന്ന് വെച്ചപ്പോൾ നീ ആലോചിക്ക്, അല്ല താടി ഇത് കണ്ടിന്യൂറ്റി അല്ലേ, അവർ സീനും ബാലൻസിൻ്റെ സോങ്ങും ഉണ്ട്. അപ്പോൾ നമുക്കടുത്ത് പറഞ്ഞു നോക്കട്ടെ. നമുക്ക് പറഞ്ഞ് അവൻ താടിയൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളതല്ലേ, അശ്വൻ ചെയ്തിട്ടുള്ളതല്ലേ, നോക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കും. അത് നമുക്കൊക്കെ തീരുമാനം പറയാൻ പറ്റില്ല, കാരണം ഡയറക്ടറല്ലേ തീരുമാനിക്കണം. അപ്പോൾ ഇതിനും ഒരു കാരണം പറഞ്ഞ് ബ്ലേഡ് അലർജി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്നു. ഫസ്റ്റ് ഉദയ സ്റ്റുഡിയോയിലാണ്. ഞാൻ ഉദയ സ്റ്റുഡിയോയിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെന്നപ്പോൾ അമ്മുക്കായും അമ്മുക്കടെ 2-3 കൂട്ടുകാരൊക്കെ ഇട്ടാ പുറത്തിങ്ങനെ ഇരിക്കുക, മരത്തിൻ്റെ ചോട്ടിലേക്ക് ഇരിക്കുക. അപ്പം ഞാൻ നടന്നിങ്ങനെ, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ അമ്മുക്കാൻ്റെ കൂടെ ഞാനിങ്ങനെ അടുത്തേക്ക് നിന്ന് മമ്മൂക്കാൻ ഗ്യാങ് അങ്ങോട്ട് എഴുന്നേറ്റ് തൊഴുത് തന്നെ. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞു ഞാൻ തൊഴുത് ഇരിക്കും എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ മമ്മൂക്ക് ഞങ്ങളിരിക്കും, നിങ്ങളിരിക്കും. അപ്പം അതൊക്കെ അവിടെ ഇരുന്ന് എല്ലാവരും ഇരുന്നു എന്നോട്. അപ്പം മുടിയുണ്ട് കുറച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞ് താടിയാ വടിക്കുന്നില്ല, മുടിയെങ്കിലും കുറച്ച് വെട്ടിക്കൂടിയേ, പോലീസുകാരനാണ് ഞാൻ വടിക്കുന്ന. മറ്റേ പടത്തിൻ്റെ സോങ് ഇതൊക്കെ കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് അതല്ല, മുടി കുറച്ച് വെട്ടുന്നുണ്ട്, മുടി വെട്ടിക്കൊടുക്കും. പിന്നെ ഇതിനൊക്കെ കാരണങ്ങളൊന്നും. പിന്നെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോണ്ടല്ലോ ഭയങ്കര എനർജിയാണ് നമുക്ക്. മമ്മൂക്കയുടെ മാത്രമല്ല പലരായിട്ട് അഭിനയിക്കും, ഭയങ്കര എനർജിയാണ്. കാരണം അതിന് ഇപ്പോൾ പൊള്ളാച്ചിയിൽ ഞങ്ങളൊരു
പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉം. അപ്പോൾ ആ പടത്തിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാത്ത രണ്ട് വേഷം ചെയ്തില്ലേ, അണ്ണൻ തമ്പി. അണ്ണൻ തമ്പി ഇതിൻ്റെ സമയത്ത് ഉം. മമ്മൂക്കയുടെ കൂടെ ഞാനുണ്ട്. അപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുകയാണ് ഒരു ഹാളിൽ. മീറ്റിംഗ് നടക്കുമ്പോൾ ഞാനവിടെ ഇവർ ഇതിൻ്റെ അധികാരികളിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഇരിക്കുന്നുണ്ട്, അവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു ഡയലോഗ് ഒത്തിരി ലെങ്ത് ഉണ്ടായിന്, അതിങ്ങനെ പറഞ്ഞു. അതിപ്പോൾ തെറ്റി. രണ്ടാമത് വൺ മോർ. അപ്പം ഇതിൻ്റെ ക്യാമറ പുറകിൽ നമുക്ക് ലാപ്ടോപ്പും വെച്ച് ഇരിപ്പുണ്ട് എന്തോ. രണ്ടാമത് പറഞ്ഞപ്പോൾ തെറ്റി. ഒത്തിരി ലെങ്ത്തുള്ള ഡയലോഗാണ്. മമ്മൂക്ക അവിടെ നിന്നിട്ട് തെറ്റി കട്ട് പറഞ്ഞപ്പോൾ നമുക്കാണ് അശോക് അത് രണ്ടായിട്ടൊന്ന് മുറിക്ക്, ഇവിടെ വെച്ചിട്ട് ഒന്ന് മുറിച്ചിട്ട് ഒരു ചെറിയ പോസ് കൊടുത്ത് പറയാമെന്ന് പറഞ്ഞു. ശരി നമുക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ. നമ്മൾ നമ്മുടെ ഒരു പാറ്റേണിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പോസും ഇല്ല, ഒന്നിങ്ങനെ പറഞ്ഞിങ്ങനെ പോകും. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ അറിവാണ് നമുക്ക്. അതും ശരിക്കും അശോകൻ ലേണിംഗ് ആണല്ലോ. അതെ. എനിക്കങ്ങാട് ശരിയാണ്, അവിടെ ഒരു പോസ് എന്നാൽ കറക്റ്റാണ്. ഇതേപോലെ തന്നെ ആയിരുന്നു ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ നേരത്തും. ലാലേട്ടൻ ബാലേട്ടനിലാണ് ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്നത്, ലാലേട്ടൻ മണികണ്ഠൻ. അപ്പോൾ ഒരു വഴിയിൽ എൻ്റെ ലോട്ടറി ടിക്കറ്റ് പോലത്തെ എന്തൊരു കടയിൽ എന്ന് സംസാരിക്കുന്നു. ലാലേട്ടനുണ്ട്, ഞാനുണ്ട്, പിന്നെ ഇന്ദ്രൻസ് ഉണ്ട്. അങ്ങനെ അതും ഇതുപോലെ വലിയൊരു ഡയലോഗാണ്. അപ്പോൾ അതിൻ്റെ തലേദിവസം വലിയൊരു ഡയലോഗ് ഞാൻ ഒറ്റ ടേക്കിൽ പറഞ്ഞാണ് ഒരു ഹാളിൽ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ക്രൗഡും ഉണ്ട്, എല്ലാം ചെറുപ്പക്കാർ, പിള്ളേരും, ഫാമിലിയൊക്കെ ആയിട്ട്. എനിക്ക് ചമ്മലിൻ്റെ രാജാവ്. ഞാനൊരു ടേക്ക് വന്നു തെറ്റി, അടുത്ത ടേക്ക് വന്നു തെറ്റി. അപ്പം നമുക്ക് ലാലേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ ഇതിലും വലിയ ഡയലോഗ് പറഞ്ഞാണല്ലോ, പിന്നെ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഈ നിൽക്കുന്നതിൽ എത്ര പേര് ഗംഭീര ആർട്ടിസ്റ്റുകളുണ്ടാവും, നമ്മൾ ചെയ്യുന്നത് ശരിയായിട്ടുണ്ടാവും. ആ ചെവിടും കൊണ്ടാന്ന് ഞാൻ ചെവിടും, ഇവിടെ നമ്മളാണ് സൂപ്പർ സ്റ്റാർ എന്ന് മാത്രം വിചാരിക്കുക, ഇനി ചെയ്തോന്നു ആ ടേക്ക് ഓക്കെ. കാരണം നമ്മൾ മറ്റത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കറക്റ്റായിരുന്നത്. അതുപോലെ തന്നെ ആ പടത്തിൽ ആൽത്തറയിൽ ഇന്ന് സാറ് ഇരിക്കാൻ നേരത്ത് ഞാൻ വന്നിട്ട്, ഞാനും ലാലേട്ടനും കൂടെ ഒക്കെ വന്നിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ്, മുണ്ട് ഞാൻ ഇങ്ങനെ അഴിക്കൂടി കൈയിട്ട് ഇങ്ങനെ ഉടുക്കാന്നത് നീ കൊടുത്തു, എന്നിട്ട് മുണ്ട് മടക്കി കുത്തുമ്പോൾ മടക്കി കുത്തിക്കോ, ഞാൻ കൈ തീർക്കുമ്പോൾ നീയും കൈ തീർത്തോ, ഞാൻ ചെയ്യണം എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്തു തോന്നുന്നു. ഡയലോഗ് പുള്ളിക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് കോമഡി ഇട്ടാനാണ് മനസ്സിൽ. തിയേറ്ററിൽ പുള്ളി ചെയ്ത അതേ സാധനം ഞാൻ ഭയങ്കര ചിരിയായിരുന്നു. അതൊരു അറിവാണത് ഭയങ്കര. ഇവരൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഈ ബാലേട്ടനിൽ ഈ മണികണ്ഠനെ പറ്റി പറയുമ്പോഴേ, ഈ ബാലേട്ടനിൽ ലാലേട്ടൻ പാടിയ മറ്റേ കറുത്തൊരു പെണ്ണാളിലുള്ള ആ പെർഫോമൻസ് ഉണ്ടല്ലോ, അതില് അവിടെ ഡാൻസ് ചെയ്യുന്നതില് മറ്റേ ഫീമെയിൽ ലൈക്ക് ജസ്റ്റേഴ്സ് കൊടുത്തുകൊണ്ടാണ് അവിടെ മണികണ്ഠൻ പ്ലേ ചെയ്യുന്നത്. ഈ പാട്ട് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് പല സിനിമകളില് പല പാട്ടുകളില് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഈ ചമ്മലും ഇതൊക്കെയുള്ള അശോകേട്ടൻ ക്യാമറയ്ക്ക് മുന്നിൽ ഡാൻസ് ചെയ്യുന്നത്, ആടുന്നത്, പാടുന്നത്, അതെങ്ങനെയാ ചെയ്ത് പോണോ ഇതൊക്കെ? ഇതിപ്പോ ആദ്യം തന്നെ ഈ ലാലേട്ടൻ ഒരു സീക്വൻസിൽ ഇങ്ങനെ ഞാൻ ഡാൻസ് ചെയ്ത് വന്നപ്പോ ചാടി ഇങ്ങനെ എന്നെ എടുത്തിട്ട് ഇങ്ങനെ ഇറക്കും. അവിടെ വെച്ച് ലാലേട്ടൻ്റെ നടുമിന്നി. പിന്നെ 2-3 ഡേയ്സും ബ്രേക്ക് ചെയ്തിട്ടാണ് സംഭവം ചെയ്തത്. അതിൽ കുറേ സംഭവങ്ങൾ, ഈ സോങ്ങിൽ കുറേ സംഭവങ്ങൾ ലാലേട്ടൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. പെണ്ണ് വേഷം കെട്ടിയിട്ടാണല്ലോ ഞാൻ വരുന്നത്. കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാക്ഷസരാജനാണല്ലോ മറ്റേ പെണ്ണാളെ പാട്ട്, വലിയ ക്രൗഡ്, ഫുൾ ടൈം ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. നമുക്ക് പഠിച്ചാണെങ്കിൽ ഞാൻ നമ്മുടെ രീതി ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന, എൻജോയ് ചെയ്യുന്ന ഹരീഷ് അശോകനെ പോലെ തന്നെ ഭയങ്കര ഫാമിലി പേഴ്സൺ ആയിട്ടുള്ള അശോകേട്ടനുണ്ടല്ലോ. വൈഫ്, മക്കള്, പേരക്കുട്ടികൾ, ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന. അപ്പം ഞാൻ ഒരു തവണ വന്നപ്പോൾ പോലും കുഞ്ഞുമോളുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യുന്ന, ഭയങ്കര ലൈവായിട്ട് ഫാമിലിയും കൂടെ വാല്യൂ ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്. ശരിക്ക് ഇത് ബാലൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് റോളുകളും ഓൺ സ്ക്രീനും അല്ലാതെ ഫാമിലിയുടെ ഒപ്പം ടൈം ബാലൻസ് ചെയ്യുക, മുന്നോട്ട് പോവുക, അത് ശരിക്ക് എളുപ്പമാണോ, ടാസ്ക് ആണോ, എങ്ങനെ? ശരിക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ എന്ത് സാധനവും ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയാൽ എല്ലാം ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു വേഷം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം, അവിടെയാണ് നമുക്ക് ഉറക്കം കിടത്തുന്ന പരിപാടി. ഇപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, 2-3 വേഷങ്ങൾ വന്നിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോഴേ നമ്മുടെ മനസ്സിൽ പടപടാന്ന് ഇടിയുണ്ട്. പക്ഷെ അതൊരു 2-3 ഡേയ്സ് നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോൾ പിന്നെ ഓക്കെ ഇത് ആ ട്രാക്കിലാവും. ലാലേട്ടൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മമ്മൂക്ക പറഞ്ഞ പോലെ സംഭവിക്കുന്നതാണ് അതൊക്കെ. അല്ല നമ്മൾ അത്ര വലിയ സംഭവമൊന്നുമില്ല. അതിലങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് വീണ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. പക്ഷെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് വേറെ എല്ലാം ഉള്ളൂ നമുക്ക്. ഞാനിപ്പോൾ മൊബൈൽ ഇല്ലാത്ത സമയത്തും ഏതെങ്കിലും വീട്ടിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ആ വീട്ടിൽ നമ്പറായിരിക്കും നമുക്ക് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഹോട്ടൽ നമ്പറും ഏതൊക്കെ വീട്ടിൽ അവിടെയൊക്കെ കൊടുക്കും. എന്നിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മളൊന്ന് ഒരു കോള് വിളിച്ചോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ വിളിക്കും. എനിക്ക് കോള് വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഡെയിലി അമ്മയായിട്ട് വിളിക്കാതെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. എപ്പോഴായാലും രാത്രി എപ്പോഴാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും അമ്മയെ വിളിച്ചിട്ട് ഞാൻ ഉറങ്ങുള്ളൂ. അത് അന്നും. ഇന്നിപ്പോൾ അമ്മ മരിച്ചു. ഈ അമ്മ ഫാമിലി എല്ലാം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അശോകേട്ടൻ കൂട്ടുകാരനായിട്ട് വരുന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ, അത്ര സമയങ്ങളിൽ നമ്മൾ പ്രേക്ഷകർക്ക് നമുക്ക് സമാധാനമാണ്, നമുക്ക് അവിടെ ഒരു കംഫേർട്ട് ഉണ്ട്. പറഞ്ഞാൽ നായകൻ ആരാണോ അയാൾക്ക് സപ്പോർട്ടായിട്ട് ഈ മനുഷ്യനുണ്ടാവും. ഇയാളെല്ലാ ക്രൈസിസിലും ഇയാൾ കൂടെ ഉണ്ടാവും. എന്ത് കൊടുത്താണെങ്കിലും കൂടെ നിന്നോളെന്നുള്ള ഇത് നമ്മൾ ട്രെയിൻഡ് ആയതാ. നമ്മൾ സ്ക്രീനിൽ കണ്ട് നമുക്ക് ഹരിശേഷൻ ഇത്രയും ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ സമാധാനത്തിലാണ്. ഈ കൂട്ടുകാരൻ ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പല നായകന്മാരുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കൂട്ടുകാരൻ മാത്രമേ സെയിം ആയിട്ടുണ്ടാവുള്ളൂ. ഇയാളുടെ ബാക്ക് സ്റ്റോറി, പേര്, നാട്, വീടൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം. എന്നാൽ അതിലൊരു ഇമോഷൻ കോമൺ ആണ്. ഈ സുഹൃത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളത്. ഒരേ ഫ്ലേവറിൽ അല്ലെങ്കിൽ ഒരേ ടെംപ്ലേറ്റിൽ വരുന്ന ക്യാരക്ടേഴ്സ് പിന്നെയും ചെയ്യുമ്പോൾ അതിൽ പുതുമ കൊണ്ടുവരിക അല്ലെങ്കിൽ അതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്, അത് ഭയങ്കര കൃത്യമായിട്ടുള്ള അതിനുള്ള ശ്രമങ്ങൾ ഇതൊക്കെ നടത്താറുണ്ടോ? നമുക്കത് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല ആ സമയത്തൊന്നും. കാരണം കിട്ടുന്നതിൽ നമ്മൾ എന്തെങ്കിലും ഒരു സെയിം സാധനം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്ടറോട് പറയും, ഇങ്ങനെ നമ്മളൊരു ഇതിൽ ചെയ്തിട്ടുണ്ട്, നമ്മളത് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം എന്നൊരു മാറ്റിപ്പിടിക്കാം, അല്ലെങ്കിൽ അതൊന്ന് നമുക്കൊന്ന് അഴിച്ചു ഓർക്കാം എന്നുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൂടുതൽ കിടക്കുക. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ലായിരിക്കും. അവരുടെ സിനിമയല്ലേ ഉള്ളൂ. ചെറിയ സംഭവങ്ങളാണ് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അപ്പം തന്നെ മാറ്റി പിടിക്കാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കൂടുതലും ഈ പറഞ്ഞ പോലെ ഹീറോൻ്റെ കൂടെ ഉള്ളൊരു ക്യാരക്ടറായിരിക്കും കൂടുതലും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ആ ഗ്യാങ്ങിൽ ഒരാൾ ഇങ്ങനെയൊക്കെ അല്ലേ കിട്ടുന്നത്. അപ്പം മാക്സിമം നമ്മൾ ആ സീനങ്ങൾ കൊഴിപ്പിക്കുക. പിന്നെ ആ റൂട്ട് നമ്മൾ സഞ്ചരിക്കാൻ നേരത്ത് എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മളൊന്ന് ആലോചിക്കും. എന്നിട്ട് അത് മാക്സിമം നമുക്കത് ഡയറക്ടറോടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെർമിഷൻ തരികയാണെങ്കിൽ നമുക്ക് ആ രീതി ചെയ്യാൻ പറ്റും. ഈ പലപ്പോഴും സ്ക്രീനിൽ വർക്കായ തമാശകൾ കൂടുതൽ പേര് പറയും, ചില സമയങ്ങളിൽ പറയും ഇംപ്രവൈസ് ചെയ്ത് എടുക്കുന്നതാന്ന് പറയുന്നുണ്ട്. എന്നാൽ ചിലർ പറയും എല്ലാം സ്ക്രിപ്റ്റാണ്, നമ്മളവിടെ അതിന് ലൈഫ് കൊടുക്കുന്നു, കുഞ്ഞു ആക്ടിവിറ്റി ചിലപ്പോൾ ആഡ് ഓൺ ആവുന്നുണ്ടാവും എന്നുള്ളത്. ശരിക്കും നിങ്ങളുടെയൊക്കെ സക്സസ് ആയ കോമഡി സീനുകളുണ്ടല്ലോ, അതിലൊരു ഇംപ്രവൈസേഷൻ പാറ്റേൺ ആണോ അതോ സ്ക്രിപ്റ്റിൽ തന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള രീതികളാണോ? എങ്ങനെയാണ് ശരിക്കും ഒരു കോമഡി വർക്കാന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെയാ? അല്ല, നമുക്കൊരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിങ്ങിലുണ്ട്. ഇപ്പൊ സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ടിങ് ആണ്. അപ്പൊ അതിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന മഹാനടൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് അപ്പുറത്തേക്കാണ് ഇങ്ങോട്ട് തരുന്നത്. അതൊക്കെ കണ്ടു പഠിച്ചേക്കണേ നമുക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പം അത് നമുക്കും ചെയ്യണം എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലും വരും. അവിടെ നിന്നൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ച് പഠിച്ചേക്കുന്നത്. അപ്പം അതെന്തായാലും ഉണ്ടാകും. പിന്നെ റിഹേഴ്സൽ സമയത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ ഡയറക്ടറിൻ്റെ പെർമിഷനോട് സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ പെർമിഷനോട് നമ്മളിങ്ങനെ ഇതും കൂടി ആഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, അല്ലെങ്കിൽ ഇനിയുള്ള സീനിൽ അത് ബാധിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവരത് പറയും, അതിട്ടോ നല്ലതാണ് എന്ന് പറയും. അത് നമ്മൾ ചെയ്യുന്ന സിനിമകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അല്ലാതെ ഫുൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ? ഇത്രയും അമ്പലിച്ചേട്ടനെ പറ്റുക അല്ലെങ്കിൽ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു CID മൂസ എന്നുള്ളൊരു സിനിമ, എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ ഇനി അത് സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയില്ല. വൺസ് ആ സിനിമ വരുന്നതിന് മുന്നേയുള്ള ആളുകളുടെ പ്രതീക്ഷകൾ, ശേഷം സിനിമ കണ്ടതിന് ശേഷം ഇവരുടെ റീചാർജ് പോയിന്റ് ആയല്ലോ, പിന്നെയും പോയി കാണും. ഇപ്പോഴും TV വന്നു കഴിഞ്ഞാൽ ഇവരുടെ റേറ്റിംഗിൽ CID മൂസ ഒന്നാമത് വരുന്നു. അവിടെ വലിപ്പ ചെറുപ്പങ്ങളില്ല, എല്ലാവർക്കും ഈക്വൽ ക്യാരക്ടേഴ്സ്. ഹ്യൂമറിൽ തന്നെ പല ലെയറുകൾ. ഈ പറഞ്ഞാൽ ഇപ്പോൾ തോരപ്പൻ കൊച്ചുണ്ണിയുടെ ക്യാരക്ടർ ആണെങ്കിൽ അയാൾ വളർന്ന സാഹചര്യം, വിദ്യാഭ്യാസം, അയാൾ എടുക്കുന്ന തൊഴിൽ, അതാണ് അയാളുടെ ഹ്യൂമർ ഏരിയ. ഇപ്പോൾ സലീം ബാറ്റിൻ്റെ ക്യാരക്ടർ വരുമ്പോൾ ഇയാൾ വന്ന മെൻ്റൽ ഹോസ്പിറ്റൽ തൊട്ട് ഇയാൾ ചെയ്യുന്ന എല്ലാ ഹൈപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പറേ ഈ പറഞ്ഞ മൂസയുടെ കാര്യത്തിൽ നിസ്സഹായാവസ്ഥ അടക്കം അയാളുടെ തമാശയിൽ വരുന്നുണ്ട്. CID മൂസ എന്നുള്ള സിനിമ ഇപ്പോൾ നേരത്തെ പറഞ്ഞു പഞ്ചാബി കഥ കേട്ടപ്പോൾ ഇത് ഹിറ്റാന്ന് പറയുന്ന അശോകേട്ടൻ CID മൂസയുടെ കഥ കേട്ടപ്പോൾ ഫസ്റ്റ് തലയിൽ വന്നത് ഇത് പെർഫോം ചെയ്ത് ഇത്രയൊക്കെ ആളുകൾ, ഇത്രയും നമ്മൾ
ഓവർ ദ ടോപ്പ് ചെയ്ത് കൊടുത്താൽ ആളുകൾ ഇത് ആക്സെപ്റ്റ് ചെയ്യോ? അങ്ങനത്തെ കൺഫ്യൂഷൻസ് എന്തായാലും ശരിക്കും CID മൂസയുടെ? ഇല്ല, അത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് ശരിക്കും ഒരു ആ സബ്ജക്റ്റ് പാറ്റേൺ ഒരു ടോം ആൻഡ് ജെറി പാറ്റേൺ അങ്ങനെ കളിച്ചാലേ നിൽക്കുള്ളൂ. അത് ആദ്യമേ തന്നെ ഡയറക്ടറും ഒക്കെ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു പവറിൽ പിടിക്കാം. ഇത്തിരി എനർജി കൂടുതലായിരിക്കും, കുറച്ച് കൂട്ടിയാൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ പിടിച്ചില്ലെങ്കിൽ അത് ഒന്ന് ഇരുന്ന് പോകും ചിലപ്പോൾ. ഒന്ന് നോർമലായിട്ടൊന്നും കളിക്കാൻ പറ്റിയ സബ്ജക്റ്റ് അല്ലല്ലോ അത്. അത് ജോണിയൊക്കെ അത് ഭയങ്കരമായിട്ട് മരിച്ച് പണിയെടുത്താണ് ജോണി ആൻ്റണിയൊക്കെ. ജോണി ആൻ്റണി എല്ലാവരും നല്ല വെയിലത്താണ് ഷൂട്ട് നടക്കണം. ആ വെയിലത്തും സ്റ്റേഡിയത്തിൻ്റെ ആ ഗ്രൗണ്ടിൽ ഓട്ടവും ബഹളവും നല്ല. നമുക്ക് ഇപ്പം പഞ്ചാബി ഹൗസ് ചെയ്യാൻ നേരത്തൊക്കെ അന്ന് 40 days കൊണ്ടായിട്ട് തീർത്ത പടമാണ് അത്. അത് ചേർത്തലടുത്ത അവിടെ നമ്മൾ ചെയ്തേക്കണത്. അവിടെ നിന്ന് എനിക്ക് 2 ദിവസം വർക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ 2 ദിവസം ഞാൻ സെറ്റിൽ പോയിരിക്കും. അത്ര മൂഡായിരുന്നു നമുക്ക്. കാരണം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പടത്തിനും ഡേറ്റ് കൊടുത്തില്ല നമ്മൾ. ഇതുപോലെ തന്നെ ആയിരുന്നു ഈ ജോണി ആൻ്റൻ്റെ പടങ്ങളും ഇതുമൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു പടത്തിന് പോകില്ല. അപ്പം അത് നമുക്ക് വിശ്വാസം മനസ്സിൽ വരും, ഇത് ശരി കൊളത്തും ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനെ. ഈ CID മൂസ പറയുമ്പോൾ അത് ഭയങ്കര ഐക്കോണിക്കായ മൊമെന്റ് ആണ് ഈ സ്കൂട്ടർ ഓടിച്ച് വരുന്നത്. നമുക്കറിയാം ആ സിനിമയിൽ നടക്കുന്ന 80% കാര്യം ഡെയിലി ലൈഫിൽ നമ്മൾ കാണാൻ പോകുന്നില്ല. ഇതൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. പറഞ്ഞ ടോം ആൻഡ് ജെറി ഫോർമുല പാറ്റേൺ ഒക്കെയാണ്. ആ പെർട്ടിക്കുലർ സീക്വൻസ് അതിനൊരു ലൈഫ് ഉണ്ട്. ഇപ്പോഴും ആളുകൾ ഓർത്തിരുന്ന് ചിരിക്കുന്നുണ്ട്. ഇയാൾ പറയുന്ന മറ്റേ അമേരിക്കയിലെ തൃശ്ശൂർ പൂരം ഇത് പക്ഷെ വേറൊരു മീറ്റർ പറഞ്ഞ് ഇത്ര വർക്ക് ആവണമെന്നില്ല. ഇതാ ഇങ്ങനെ ചെയ്താലാണ് ഇത് വർക്ക് ആവുന്നത്. ഉറപ്പായും ഡയറക്ടർ സ്പീഡ് ഉണ്ട്. അതിനപ്പുറം ഒരു പെർഫോമർ എന്ന രീതിയിൽ അതിനെടുക്കുന്ന എഫേർട്ടുകൾ ശരിക്കും ഇങ്ങനെ. ഇപ്പോൾ തുറപ്പിനെ കുറിച്ച് മൊത്തം ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പെർട്ടിക്കുലർ സീക്വൻസ് ഇയാൾ ഒരു ക്ലൈമാക്സ് എടുക്കുമ്പോൾ മറ്റേ പല്ല് വെച്ച് ഇയാളുടെ അറ്റയർ മാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫോൺ നമ്പർ പോലീസ് സ്റ്റേഷൻ വെച്ച് എഴുതിയെടുക്കുന്നത്, മറ്റേ ഒലക്ക പൊട്ടിയ എന്തുണ്ടോ ആ സീക്വൻസ്, എല്ലാ തരത്തിലും ഈ ക്യാരക്ടറിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണല്ലോ. ഇതെല്ലാം കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്യണമെന്നാവണമെന്നില്ല, പല പല സമയങ്ങളിലായിരിക്കാം. ഒരു ക്യാരക്ടറിനെ കിട്ടി, പ്രത്യേകിച്ച് CID മൂസ ഒരു സിനിമയിൽ ആ ഹ്യൂമർ ടൈമിങ്, ആ ഡയലോഗ് റെൻഡറിങ്, അതിനെ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ഇതാണ് ഓക്കെ, ഇതാണ് വർക്ക് എന്ന് ഉറപ്പിക്കുന്നത്, തീരുമാനിക്കുന്നത്. അല്ല, നമ്മളത് റിഹേഴ്സൽ സമയത്ത് നമ്മൾ കുറേ സംഭവങ്ങൾ ആ സിറ്റുവേഷൻ ഇടാൻ പറ്റി നമ്മൾ ആദ്യം ഡയറക്ടറോട് ചോദിക്കും, ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ റിഹേഴ്സൽ നമ്മൾ പറയുമോ? അത് എന്തായാലും അതൊന്നും പറയാതിരിക്കണ്ട, അതൊക്കെ പറഞ്ഞോ റിഹേഴ്സലിൽ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീഡം തന്നാൽ പിന്നെ നമ്മൾ പറയും. പിന്നെ അത് കഴിഞ്ഞ് റിഹേഴ്സൽ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്യാൻ എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൂടി പറഞ്ഞാലോ ഇങ്ങനെ പറഞ്ഞാലോ എന്ന് പറഞ്ഞാൽ ഇട്ടോ പറഞ്ഞു നോക്കുമ്പോൾ അത് ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു. കുറേ സ്പേസ് ഉണ്ടായിരുന്നു അതിനുള്ള. അപ്പോൾ അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അങ്ങനെ ചെയ്യും. അത് ഏത് സിനിമയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഇതൊക്കെ പറയുമെങ്കിൽ ഒന്നും മേഘസന്ദേശത്തിലെ ഫോട്ടോഗ്രാഫർ കുട്ടിക്കൃഷ്ണൻ ഉണ്ടല്ലോ, ഇന്ന് ആ സിനിമ അന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നീട് ചർച്ച ചെയ്യാൻ വന്ന് ഇഡലി കഴിക്കുന്ന പ്രേതം പോലെയുള്ള ട്രോളുകൾ കാര്യങ്ങളിലൊക്കെയാണ്. അതിൽ ഈ കുട്ടിക്കൃഷ്ണനും പ്രേതമായിട്ടുള്ള എൻകൗണ്ടർ നല്ല രസമായിരുന്നല്ലോ. മറ്റേ തവള, ഇത് ഇഡലി മാറി എലിയാവുന്നത്, ഇയാള് മറ്റേ കുളത്തിന്റെ അവിടെ പോയി കഴിഞ്ഞ് ഈ പെണ്ണിനെ കണ്ടുപോയി അവിടെ പ്രേതാവുന്നത്. ഈ ഒരു ഹൊറർ സിനിമ അതിൽ ഹ്യൂമർ കൈകാര്യം ചെയ്യാന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആളുകൾ ഈ രണ്ട് ഇതിലും നിൽക്കും വേണം, ഭയപ്പെടും വേണം, അപ്പുറം ഇതിന്റെ ഹ്യൂമർ വർക്കൗട്ട് ആക്കണം എന്നുള്ളത്. മേഘ സന്ദേശം ശരിക്കും ഒരു പകൽപൂരം കഴിഞ്ഞ ഒരു സിനിമയാണല്ലോ. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഹൊറർ സിനിമകളിൽ 2 സിനിമ ബാക്ക് ടു ബാക്ക് വരുന്നത്. അത് രണ്ടും ഏകദേശം ഒരേ സംഭവം തന്നെയാണ്. അതിന്റെ ഹൊററാണ്, രണ്ടിലും ഹൊററുണ്ട്, ഹ്യൂമറും ഉണ്ട്. അപ്പം നമ്മൾ രണ്ടിലും അതേപോലത്തെ ക്യാരക്ടർ തന്നെയാണ് ശരിക്കും ഏകദേശം. പക്ഷെ അതിന്റെ സബ്ജക്റ്റുകൾ തമ്മിൽ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. ഇതിന് മുകേഷിന്റെ കൂടെയുള്ളൊരു ഇതാണെങ്കിൽ മറ്റേ സുരേഷ് ഏട്ടൻ്റെ കൂടെയുള്ള ഒരു അപ്പം അത് രണ്ടും രണ്ട് സ്റ്റൈലിലാണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. കാരണം സുരേഷ് ഏട്ടൻ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കണം നമ്മൾ. മുകേഷ് എന്ന് പറഞ്ഞാൽ ഫുൾ ഹ്യൂമർ കളിക്കുന്ന ഒരാളാണ് അതിൻ്റെ കൂടെ നിൽക്കാൻ നേരത്തില്ല. ആ ഒരു മീറ്റർ 2 മീറ്ററിൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ രണ്ടും രസമുള്ള സംഭവങ്ങളായിരുന്നു അത്. അന്ന് ആ സമയത്ത് അങ്ങനെ ഒരു പടം വന്നിട്ടില്ല, അതായിരുന്നു നല്ല. അതും അതിന്റെ ഒരു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ മുകേഷ് ചേട്ടൻ്റെ ഒപ്പമുള്ള ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആക്ടർക്ക് എപ്പോഴും കോടിയുള്ള പെർഫോമൻസിനെ പോലെ തന്നെ ഈ പ്രോപ്പർട്ടികളും ഭയങ്കര രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സിനിമ തന്നെ വർക്കാവുന്നുണ്ട്. അത്തരത്തിൽ ഭയങ്കര കിക്ക് എന്തായിരുന്നു ഈ ഉഗ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും നിങ്ങൾ ഒരുമിച്ച് ഈ പുട്ടുണ്ടാക്കുന്ന സീൻ. അത് ഇപ്പോഴും ഓർത്തോർത്തിരിക്കുന്ന, പുട്ടുണ്ടാക്കുന്നു, മറ്റു ചില്ലിടാൻ മറക്കുന്നു, ശ്രീകുട്ട എന്നുള്ള വിളി, ചപ്പാത്തി വേണോ, അതിൽ നമ്മൾ ചില്ലിടാതെ പുട്ടുണ്ടാക്കുന്നു, പുട്ടെല്ലാം വെള്ളത്തിൽ കുടത്തിലേക്ക് തന്നെ പോവും, കിട്ടില്ല, എന്തെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടാണത്. അതൊരു ഹ്യൂമർ എടുക്കാൻ ഭയങ്കര കഴിവ് വേണം. അതിൻ്റെ രാജാവാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഷോർട്ടൊന്നും മിക്സ് ചെയ്താൽ മിസ്സായാൽ പോലും വർക്കൗട്ട് ആവില്ല. ആ ഹ്യൂമറിൻ്റെ ഒരു കുഴപ്പം.
ഹ്യൂമർ അതേപോലെ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് തടി കുറക്കാൻ നല്ലത് വെജിറ്റേറിയനാണ് എന്നും പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. നിനക്ക് പുട്ട് വേണോ ഇത് വേണോ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു ഇതുണ്ട്, തടി കുറക്കാൻ ഏറ്റവും ബെസ്റ്റ് വെജിറ്റേറിയൻ കഴിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്. അപ്പം മുകേഷ് പറയും അങ്ങനെയെങ്കിൽ ആന വെജിറ്റേറിയൻ അല്ലേ, ആനക്ക് തടി കുറയാത്തതെന്ന് ചോദിക്കുന്നത്. അത് അതിൽ കട്ട് ചെയ്ത് പോയി. ആ സാധനം എടുത്ത് ഞാൻ റൺവേയിലിട്ടു. അന്ന് ആ സമയത്ത് നമുക്കിതിങ്ങനെ മനസ്സിൽ നിൽക്കും, അത് അതിലിട്ടില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് പോയി. അപ്പം അതെടുത്ത് ഇതിലിട്ടു. അപ്പം ഇതൊക്കെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ട് എവിടെ ഇടാൻ പറ്റുമോ അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ജോഷ് സാറാണല്ലോ. റൺവേയിൽ എനിക്ക് ജോഷ് സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു. കാരണം ജോഷ് സാറിൻ്റെ രൂപം കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും ഉള്ളിൽ. വേറെ വിധത്തിലുള്ള പേടിയൊന്നുമല്ല, എന്നാലും ഒരു അത് എല്ലാവരും പറഞ്ഞു കേട്ട കഥകളും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ചെന്ന് ഫസ്റ്റ് സീൻ ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാറിനൊന്ന് ഇറങ്ങുന്ന സീനായിരുന്നു. അപ്പോൾ അത് വന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുന്ന ദുബൈയിൽ നിന്ന് വരുന്ന പോലെ വന്ന് ഇറങ്ങിയിട്ട് ആ ഡയലോഗും കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ സാറ് പറഞ്ഞ് സൂപ്പർ എന്നിങ്ങനെ പറഞ്ഞു, വെരി ഗുഡ് എന്ന് പറഞ്ഞു. വെരി ഗുഡ് കേട്ടാൽ പിന്നെ നമുക്ക് ഓക്കെ ആയി. പിന്നെ അങ്ങോട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ നീ പറഞ്ഞോ, നമുക്ക് നല്ലതാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫ്രീഡം കൂടി കിട്ടി. അപ്പോഴാണ് പിന്നെ നമ്മളിങ്ങനെ എന്താ ചെറിയ സാധനങ്ങളൊക്കെ അസോസിയേറ്റിനോട് പറയുന്നു, പറഞ്ഞു നോക്കാം നമുക്ക് പറ്റിയാലോ ഒക്കെ. പിന്നെ സാറ് മനസ്സിലായി ഞാൻ പറയുന്നത്. അപ്പം നീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞോ, നമുക്ക് പറ്റിയ നമുക്ക് എടുക്കാതെ എന്ന് പറഞ്ഞു. റൺവേ പറയുന്നു. ഇതിൽ ഈ പറഞ്ഞ ഇപ്പൊ വെർബൽ ഡയലോഗുകൾ, റെൻഡറിങ്ങുകൾ, ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മാസ് നടന്മാരുടെ പല വലിയ ഡയലോഗുകൾ ഓർത്തിരിക്കുന്ന പോലെ തന്നെ അശോകേട്ടൻ ചെയ്ത പല ക്യാരക്ടറുകളുടെ ഹ്യൂമൻ ഡയലോഗുകൾ, മൊമെന്റിൽ വരുന്ന സംഭവങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോൾ ഓർത്തിരിക്കും. നമ്മൾ ഈ മുതലാളി ജംഗജക മുതൽ ഈ തീരുമ പണിതര ഞാൻ കുപ്പി നിന്ന ഭൂതമാണ്, എല്ലാ തരത്തിലും നമ്മൾ ഡയലോഗുകൾ ഓർത്തിരിക്കുന്നുണ്ട്. അത്തരത്തിൽ പലപ്പോഴും അധികം പറഞ്ഞു കേൾക്കാത്തതും എന്നാൽ അനിയത്തിപ്രാവ് എന്നുള്ള സിനിമയെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പേഴ്സണലി വരുന്ന സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹലോ ഹായ് ഹായ്, അതിലിവർ 2 വാക്കേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നിങ്ങൾ ആ സീക്വൻസ് ലുക്ക് കൊടുത്ത് നിങ്ങളുടേതായിട്ടുള്ള ഇൻസെക്യൂരിറ്റി, ഈ പെൺകുട്ടിയോട് മിണ്ടണോ, ഫുൾ കൺഫ്യൂഷനിൽ അത് ബിഹേവ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കണം. ആ സീക്വൻസ് ഫാസിസാറിൻ്റെ പടം, നിങ്ങൾ കുറച്ച് പേര് അവിടെ ഇരിക്കുന്നത്, സുധീഷ് ചേട്ടനുണ്ട്, അശോകേട്ടനുണ്ട്, ചാക്കോച്ചനുണ്ട്, ശാലിനി, ഇവരെല്ലാവരും ഉണ്ട്. അതിന് റിഹേഴ്സൽ പോയിന്റ് ഉണ്ടോ, അതോ ഓൺ സ്ക്രീനിലെ ആക്ഷനിൽ സംഭവിക്കുന്നതാണോ, എന്താ ശരിക്കും അതിൻ്റെ ഒരു? ഇല്ല, അത് സാറ് ഹലോ വെച്ചിട്ട് തന്നെ എടുക്കുകയാണ്. അപ്പം നമുക്കത് ഹലോ മറ്റുള്ള ഹലോ അപ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ അയാൾ നോക്കും ഹലോ, ആ ഹലോ വെച്ച് അപ്പോൾ അത് നമ്മളുടെ കയ്യിലല്ല, അത് ഡയറക്ടറാണ്. കാരണം ആ ഹലോ അതിനുള്ള റിയാക്ഷൻസ് ഇത് കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ ആ ഹലോ വർക്കൗട്ട് ആവില്ല. ലുക്കുകളും ആ റിയാക്ഷൻസും ആ ഹലോയുടെ മോഡുലേഷനും എല്ലാം കറക്റ്റായിട്ട് സാറ് ചെയ്യിപ്പിച്ചു നമ്മളെ കൊണ്ട്. അത് നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒന്നും തോന്നൂല, പടത്തിൽ ഭയങ്കര രസമായിരുന്നു. അത് ആ ഡയറക്ടറിൻ്റെ കഴിവാണത്. ഇതാണ് പറഞ്ഞത്, കോമഡി എന്ന് പറയുന്ന സാധനം വർക്കൗട്ട് ആണെങ്കിൽ ഒരു റിയാക്ഷൻ മിസ്സായ വർക്കൗട്ട് ആവില്ല. അത് പക്ഷേ ഇമോഷണൽ അല്ലെങ്കിൽ വേറെ എന്തൊരു സീനാണെങ്കിൽ നമുക്കതില്ലെങ്കിലും ചിലപ്പോൾ വർക്കൗട്ട് ആയില്ല, അത്രയും വർക്കൗട്ട് ആയില്ലെങ്കിൽ വർക്കൗട്ട് ആവും. കോമഡിക്ക് ഒരു ചെറിയ ഷോട്ട് മിസ്സായാൽ മതി, വർക്കൗട്ട് ആവില്ല. ചേരുവകളെല്ലാം കൃത്യം. അതെ. അശോകൻ നന്നായി സംസാരിക്കുന്നു സിനിമകളെ പറ്റി, ക്യാരക്ടേഴ്സിനെ പറ്റി. ഒരു സിനിമ സംവിധാനം ചെയ്ത ആളാണ്. ഈ കോമഡി വർക്കൗട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നു. അവിടെ ഞാൻ ക്യൂരിയസ് ആവുന്നത് ഈ ഫാദർ റോളുള്ള അശോകേട്ടനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ അർജുൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് സജീവമായിട്ട്. നിങ്ങൾ പരസ്പരം സിനിമകൾ കണ്ടു കഴിഞ്ഞുള്ള സംസാരങ്ങൾ, ഡിസ്കഷനുകൾ, നിങ്ങളുടെ ഈ ഒരു ഫാദർ സൺ ബോണ്ടിങ് സിനിമയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ശരിക്കും? സിനിമകൾ ഞങ്ങൾ അവൻ്റെ സിനിമയും പലപ്പോഴും അർജുൻ്റെ പല സിനിമകളുടെയും ഫസ്റ്റ് ഷോ റിവ്യൂവിന്റെ കൂടെ അശോകേട്ടൻ തിയേറ്ററിൽ ഇറങ്ങിയ വിഷ്വൽ ആദ്യം സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് നമ്മൾ അത് സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു കോടതിയാണ്. എൻ്റെ വൈഫ്, ഞാൻ, എൻ്റെ 2 മക്കള്, മക്കളുടെ ഭർത്താവും ഭാര്യയും, 2 പേരും മരുമക്കള്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇത്രയും പേരായിട്ട് ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ ജീവിതത്തിൽ. സിനിമകളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഓരോ സിനിമകൾ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യും കിട്ടുന്ന സമയങ്ങളിലൊക്കെ. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ചില സിനിമകൾ നമ്മൾ അറിയാലോ നമുക്ക് എന്തുകൊണ്ടാണ് അത് വർക്കൗട്ട് ആവാഞ്ഞെന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ. ഇപ്പം നമ്മളെല്ലാവരും സിനിമ ഗംഭീരമാവണം എന്ന് കരുതിയിട്ടാണ് സിനിമ എടുക്കുന്നത്. അല്ലാതെ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും
ഒരു റൈറ്ററും ഒരു അഭിനയിക്കുന്ന ആളും ഈ സിനിമ പൊട്ടിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ ആരും സിനിമ ചെയ്യാറില്ല. ഇല്ല. എല്ലാം ഹിറ്റാവണമെന്നും പറഞ്ഞ് തന്നെയാണ് സിനിമ എടുക്കുന്നത്. ഉം. അപ്പോൾ അത് ചിലത് ഹിറ്റാവില്ല. അപ്പോൾ സിനിമകൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. അത് കൃത്യമായിട്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ ഇത് ഓരോ കാലാവസ്ഥയാണ്, ഇത് എപ്പോൾ ഇറങ്ങുന്നു, എങ്ങനെയാണ് ബാധിക്കുന്നത് സംഭവം. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ മോനെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സിനിമകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എങ്ങനെയുള്ളതാണ് ഇനി അടുത്ത് ചെയ്യാമെന്ന് അവൻ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ അവനോടും പറയാറുണ്ട്. അപ്പം ഞങ്ങളത് ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ മോളോട് പറയും, ഞാൻ മരുമോൾക്കറിയാം, മരുമോനും അറിയാം, എല്ലാവർക്കും അറിയാം. അത് അങ്ങനെ തന്നെ ഞങ്ങൾ പോകുന്നത്. സിനിമ പോലെ തന്നെ പാരലായിട്ട് ഈ ഫാമിലി ലൈഫിലും ഭയങ്കര ഹൈ ഉള്ള മനുഷ്യനായിട്ട് അല്ല, ഫാമിലി നമ്മൾ ഭയങ്കരമായിട്ട് ഞങ്ങളൊരു മകനച്ഛൻ എന്നുള്ള ഫ്രണ്ട്സാണ് ഞങ്ങൾ. എല്ലാ വീട്ടിൽ വൈഫ്, ഞാൻ, മോൻ, മോള് എല്ലാവരും മരുമക്കളൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അങ്ങനെ അതൊരു വേറെ ഒരു തരത്തിലും ഞങ്ങൾ അതിന് ഒരു അതിരുവരം വിട്ടിട്ടില്ല. അതല്ല കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതെ, അതെ. കാരണം ഏറ്റവും എളുപ്പമുള്ളത് അതല്ലേ, സുഹൃത്തുക്കളായിരിക്കാന്ന്. അതെ അതെ അതെ. ഈ അടുത്ത് നമ്മൾ വളരെ ഇമോഷണലി ഹുക്ക് ചെയ്ത ഇൻസിഡന്റ് ആയിരുന്നു ഈ പഞ്ചാബി ഹൗസ് എന്ന വീടുമായി ബന്ധപ്പെട്ട് നടന്ന ഇഷ്യൂ. ഇപ്പം അതിൻ്റെ ഈ പറഞ്ഞ ടൈറ്റിൽ ഇട്ടതിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതിൽ അശോകേട്ടൻ പറയുന്ന കാര്യങ്ങൾ, കാരണം പലപ്പോഴും ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ ഒരുമിച്ചുള്ളൊരു സ്പേസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. അവിടെ നിന്നുണ്ടാകുന്നൊരു തിരിച്ചടി, അതിൻ്റെ കേസിൽ വിജയിച്ചു. ആ ഒരു ഇൻസിഡൻറ്റ് ശരിക്ക് പാരലായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുമ്പോഴും ഇതൊരു പെയിനായിട്ട് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നല്ലോ ഈ കാലഘട്ടങ്ങളിലെല്ലാം. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പം അതിൻ്റെ കറണ്ട് സിനാരിയോ എന്താണ്, സ്റ്റേറ്റസ് എന്താണ്, ഹാപ്പി ആയോ? ഈ വീട് ഞാൻ വെച്ചതിന് ശേഷം ആ വർഷം തന്നെ എൻ്റെ ടൈല് പൊട്ടി തുടങ്ങി. അപ്പോൾ ഈ ടൈലിട്ട ആൾക്കാർ എൻ്റെ വീട്ടിൽ വന്ന് കണ്ട് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പിന്നീട് വരാതെയായി. ടൈല് കടക്കാരനോട് പറഞ്ഞു തുടങ്ങി, ടൈലിട്ട ആളോട് പറഞ്ഞു. ഇവരൊന്നും പിന്നെ എനിക്കും പടം തിരക്കുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് കുറഞ്ഞു. പക്ഷേ അവരതിനൊരു പരിഹാരം കണ്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനത് കേസ് കൊടുത്തത്. കേസ് എനിക്ക് ഈ അടുത്ത് വിധിയായി. എനിക്ക് നഷ്ടപരിഹാരം തന്നെയെന്നും പറഞ്ഞിട്ട് വിധിയായി. അതിൽ 2 പേര് നഷ്ടപരിഹാരം തന്നു, ഒരാൾ ഇതുവരെ തന്നിട്ടില്ല. അപ്പം ഞാൻ ഇപ്പോൾ 7 വർഷമായി ആ കേസ്. അപ്പോൾ എന്താകും വിധി എന്നറിയാൻ വേണ്ടി ഞാൻ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. കാരണം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ ഒന്നുമില്ലായ്മയെന്നാണ് ഇവിടം വരെ എത്തിയത്. കോടതി കയറേണ്ടി വന്നു. നമ്മളൊക്കെ അധ്വാനിച്ച് കിട്ടുന്ന സിനിമ എന്ന് പറഞ്ഞാൽ വെറുതെ നിസ്സാര കാര്യമൊന്നുമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവും പകലും ഇല്ലാതെ വെയിലും മഴയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പൈസക്ക്, സ്വരുക്കൂട്ടി വെച്ച പൈസയിൽ നിന്ന് ഒരു സ്വപ്നം പോലെ ഒരു വീട് വെച്ചതാണ്. ആ വീടിനാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം ഇപ്പോഴും എനിക്ക് ഭയങ്കര പ്രശ്നം. ശരിക്കും ഉറക്കം വരാറില്ല. ഇപ്പോഴും ഞാൻ അഭിനയിക്കാൻ നേരത്ത് ഇങ്ങനെ ആൾക്കാർ ചോദിക്കും, എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, എന്താ മൂടോഫായിട്ടിരിക്കണം? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ കേസിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടാവും, അതായിരിക്കും ചിലപ്പോൾ ഓർക്കുന്നത്. മാനസികമായിട്ട് ഇപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ആ വീട് ഇനി എപ്പോഴായിരിക്കും അവർ ശരിയാക്കി തരുന്നത്? പക്ഷേ ഞാനിപ്പോൾ കുറേ പൈസ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പല വിധത്തിലും പൈസ സംഘടിപ്പിച്ചാണ് വീട് പണി നടക്കുന്നത്. അധികം നടക്കുന്നു. അപ്പോൾ ഒരു പാർട്ടി അതിൻ്റെ അപ്പീൽ പോയിട്ടുണ്ട്, ആ പൈസ തരാനായിട്ടുള്ള. അപ്പോൾ കോടതി എന്താ പറയണതെന്ന് അറിയണം ഇനി. അങ്ങനെ ഒരു വിഷമത്തിലാണ്. ഈ വിഷമം പറയുമ്പോഴാണെങ്കിലും അല്ലാതെ ഇപ്പോൾ സന്തോഷം പറയുമ്പോഴാണെങ്കിലും അശോകേട്ടൻ ഭയങ്കര സട്ടിലായിട്ട് സംസാരിക്കുന്നത്. നേരത്തെ കാണുമ്പോഴാണെങ്കിലും ഒരിക്കലും ലൗഡായി കണ്ടിട്ടില്ല. സ്ക്രീനിൽ ലൗഡാണ്, അത്ര ആക്ടിവിറ്റികൾ ഓടിയതാണ്. അത് ഇവിടെ നമുക്ക് ലൗഡ് ആവേണ്ട കാര്യം, അത് ക്യാരക്ടറല്ലേ. ഡെയിലി ലൈഫിൽ വളരെ ശാന്തനും വളരെ പതിയെ സംസാരിക്കുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ചിരി പോലും അത് അട്ടഹാസമായി കണ്ടിട്ടില്ല. ഹാപ്പി ആവുന്നു, ചിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് സംസാരിക്കുന്നു. അല്ല, ഞാൻ ശരിക്കും ലൈഫ് ആസ്വദിക്കുന്ന ആളാണ്. എനിക്ക് ചിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തള്ളാവും. എന്തിനാണ് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് എൻ്റെ വീടിൻ്റെ ടൈലെല്ലാം പൊട്ടിപ്പോയി, എൻ്റെ മകൻ്റെയും മകളുടെയും കുട്ടികൾ ആ വീട്ടിൽ ഓടിയിട്ടില്ല, മുട്ടയിൽ നടന്നിട്ടില്ല, എത്ര വർഷങ്ങളോളം. അപ്പോഴും കേസാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കണത്. വീട് എല്ലാ ടൈലും പൊട്ടിയിട്ട് പിന്നെ ഗ്ലോറിയൻ കമ്പനിയിലെ എൻ്റെ കൂട്ടുകാരനാണ്, അവൻ കുറേ മേറ്റ് എനിക്ക് ഫ്രീ തന്നു, അതൊക്കെ വിരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് നടക്കുന്ന വശത്തൊക്കെ നമ്മൾ വിരിച്ച്. പിന്നെ മൊത്തം പൊട്ടി 2 ഫ്ലോറും. അപ്പോഴൊക്കെ നമുക്ക് അഭിനയിക്കുമ്പോഴും നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരും, ഇത് എന്ത് ചെയ്യും. അപ്പോഴും ചോദിക്കും, എന്താണ് തള്ളായിരിക്കും? ഒന്നുമില്ല. അപ്പോൾ എൻജോയ് ചെയ്യും. നമ്മൾ അവിടെ മറക്കാനായിട്ട് കുറേ ചിരിക്കും. അല്ല, എന്ത് ചെയ്യാൻ പറ്റും? നിയമപരമായിട്ടല്ലേ പോണത്. കോടതി പറയണ പോലെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും. ഈ ലോങ് കരിയർ ഇപ്പോൾ പറഞ്ഞ 40-ാം വർഷത്തിലേക്ക് കടക്കുന്നു, 300-ലധികം സിനിമകൾ,
പല ക്യാരക്ടേഴ്സ് ഇതെല്ലാം വരുമ്പോഴും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യനെ ഫോം ചെയ്യുന്നതിൽ അയാളൊരു വ്യക്തിയായിട്ട് ഒരു സോഷ്യൽ അനിമലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അയാൾ ജനിച്ച നാട്, സൗഹൃദങ്ങൾ, പാരൻസ്, കണ്ടുമുട്ടൽ, ഇവർക്കെല്ലാം കൃത്യമായ റോളുണ്ട്. ഈ എറണാകുളത്ത് ജനിച്ച് ഇവിടെ നിന്ന് തന്നെ ഈ പറഞ്ഞ സ്റ്റേജിൽ കയറി പഠിച്ച് സിനിമകളിൽ ഭാഗമാവുന്ന ഹരിശ്രീ അശോകൻ എന്ന വ്യക്തി, ആക്ടർ വ്യക്തി, ശരിക്കും ഈ നാടിനെങ്ങനെയാണ് കാണുന്നത്, ഈ എറണാകുളം എന്ന ജില്ല അല്ലെങ്കിൽ പറഞ്ഞ ജനിച്ചു വളർന്ന സ്പേസ്, ശരിക്കും അത് എങ്ങനെയാണ് ഒരു മനുഷ്യനാവുന്നത്, ഒരു നല്ലൊരു മനുഷ്യനാവുന്നതിൽ, നല്ലൊരു ആക്ടർ ആവുന്നതിൽ ശരിക്കും എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ലൈഫിൽ? ഞാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളാണ്, എല്ലാവരെയും. കാരണം വേദന എല്ലാവരും ഒന്ന് തന്നെയാണ്, സന്തോഷം എല്ലാവരും ഒന്ന് തന്നെയാണ്, ഇല്ലേ? നമ്മൾ പെരുമാറ്റം പോലെ ഇരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ നല്ലത് ചെയ്താൽ നമ്മൾ ഇഷ്ടപ്പെടും, നമ്മൾ നല്ല ചെയ്താലും നമ്മൾ വെറുക്കുന്നവരുമുണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ളവരെ ഞാൻ അധികം മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നത് നന്നായിരിക്കണം എപ്പോഴും. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്കൊരു മാനസികമായിട്ട് എനിക്കധികം കുഴപ്പമില്ലെന്ന്. പക്ഷെ ഞാൻ നല്ലത് ചെയ്തിട്ട് പോലും എന്നെ വേദനിപ്പിക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ നല്ലൊരു കാര്യം ചെയ്താലും അതിന് നമ്മൾ ആരും ദ്രോഹിക്കാതെ ചെയ്താലും നമുക്കൊരു വിഷമം ഉണ്ടാക്കി തരുന്നുണ്ട് ചില സന്ദർഭങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഞാൻ നന്നായി ഈശ്വരഭക്തനാണ്. എല്ലാ ഈശ്വരന്മാരോട് പറയും, ഒരുപാട് ഈശ്വരന്മാരെ വിശ്വസിക്കുന്നുണ്ട്, ഒരു ജാതിയും മതവും നോക്കാതെ എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നെ എവിടെ ചെന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് എന്താ ടൈൽ കേസ് എന്താ ചോദിക്കും, അത് വൈറലായിപ്പോയി. സിനിമയുടെ കാര്യം ചോദിക്കാതെ തന്നെ. അപ്പോൾ ഞാൻ പിന്നെ ശരിയാകും, അത് കേസാണ്, ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു അത് ഭയങ്കര നമുക്ക് തന്നെ ഒരു വിഷമമായി. അപ്പോൾ നമ്മൾ ഒരാളെ എങ്ങനെ നമ്മൾ ഒരാളോട് എങ്ങനെ ഇടപഴകുന്നത്, അയാൾ അത് തിരിച്ച് നമ്മൾ അതുപോലെ തന്നെ ഇടപഴകും. അങ്ങനെ കണ്ടിട്ടുള്ളൂ. അല്ല നമ്മളിങ്ങനെ സിനിമാ നടനാണല്ലോ, അവനതിനും അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. ആ ഒരു പരിപാടി എനിക്കില്ല. ഞാൻ ഇടയ്ക്ക് ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യും ഇപ്പോൾ പോയിട്ട് കുറേ നാളായി. അപ്പോൾ എൻ്റെ പുറകെ എൻ്റെ വണ്ടി ഉണ്ടാവും, ഞാനൊരു കൂട്ടുകാരും കൂടി കയറിയിട്ട് നേരെ മേനകരൊക്കെ പോയി ഇറങ്ങിയിട്ട് നേരെ അവിടുത്തെ ബസ്സിൽ കയറി ഒരു രസം, അത് ആസ്വദിക്കും. പക്ഷേ ഇതുവരെ മെട്രോ കയറിയിട്ടില്ല. മെട്രോ കിട്ടും. അപ്പം ഞങ്ങൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി പോകാട്ടെ, എല്ലാവരും കൂടി പോകാമെന്ന് തീരുമാനിച്ചതിന് ശേഷം ഞാൻ ഒറ്റക്ക് പോയാൽ ശരിയാവില്ലല്ലോ. നാളെ നമ്മൾ മീറ്റിംഗ് കൂടുമ്പോൾ അവർ ചോദിക്കും അച്ഛൻ എന്തിനും ഒറ്റക്ക് പോയി എന്ന് ചോദിക്കും. പറയാൻ പറ്റില്ല, എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം ഒരു ദിവസം എന്ന് പറഞ്ഞ്. അതാണ് മെട്രോയിൽ കയറാത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു വന്നാൽ ആ സമയത്ത് എന്തെങ്കിലും സഹായിക്കാം, ഞാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ മോൻ, എൻ്റെ മോള്, എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തു. ഒരാൾ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കും. പക്ഷെ എന്നെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്, അവരെ ഞാൻ പറഞ്ഞു വിടും, നിങ്ങൾ ചെയ്യരുത്, തെറ്റാണെന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാതെയും വിട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെയൊക്കെ വലിയ കഥകൾ, അതൊക്കെ ഇപ്പോൾ പറയാൻ പറ്റൂല. അങ്ങനത്തെ കഥകളാണ്, പറ്റിക്കാൻ വേണ്ടി മാത്രം വന്നവർ. അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു സിനിമാടനാണ് അങ്ങനെ ഒന്നും അങ്ങനെ ഒരു വലിയ ചെറുപ്പം അങ്ങനെ ഒന്നും വലിപ്പമുള്ളവരാണ് ചെറിയ ആളാണ് എന്നൊന്നും ഞാൻ നോക്കാറില്ല. എല്ലാവരും ഇഷ്ടപ്പെടും. ഈ നാടിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ ശരിക്കും ഇപ്പോൾ വളർന്നു വന്ന സാഹചര്യങ്ങളിലാണെങ്കിലും കൂട്ടായ്മകൾ ഉണ്ട്? ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വേണ്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യാനും നാട് ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും പലരും അതിനായിട്ട് ഒരുപാട് കർമ്മങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ്റെ കൂട്ടായ്മകൾ, വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞ. അതിലൊക്കെ നല്ല കാര്യങ്ങൾക്കൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പല സ്ഥലത്തും പോവാറുണ്ട്. ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തൊരു സമയമുണ്ട്, അവിടെ സിനിമകളുടെ എണ്ണം കുറയുന്നുണ്ടല്ലോ. ഈ അശോകേട്ടനാണല്ലോ ഇപ്പോൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുന്നവർക്ക് റീപ്ലേസ്മെൻ്റ് ഒരു സൈക്കിൾ എത്തുമ്പോൾ അടുത്തൊരാൾ വരാം. ഇത് വരുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനമായിരിക്കും ഇനി കുറച്ചുകൂടെ സീരിയസ് ആയി ക്യാരക്ടർ റോളുകളിലോട്ട് പോകാന്നുള്ളത്. എങ്കിലും ഈ സിനിമകളുടെ എണ്ണം കുറഞ്ഞൊരു ടൈം പീരീഡ്, ഈ അധികം ലൊക്കേഷനിലല്ല, കൂടുതലും വീട്ടിലായിരിക്കാം ചിലപ്പോൾ. ആ സമയം ശരിക്ക് അത്ര എളുപ്പമായിരുന്നു അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകും? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരുപാട് സിനിമകൾ ചെയ്തപ്പോൾ നമ്മൾ ആ സിനിമകൾ ഇല്ലാതിരുന്ന സമയത്ത് സിനിമകൾ വരുന്നുണ്ട്, ഒന്ന് മനസ്സുകൊണ്ട് ആ സിനിമ വേണമെന്ന് തീരുമാനിക്കാനായിട്ടുള്ള സ്പേസ് കിട്ടി. ഒന്നത്. പിന്നെ ആ സമയത്തൊക്കെ ഞാൻ കണ്ടത്ര സിനിമ വേറെ ആരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് അറിയാൻ പാടാത്ത കൊങ്ങിണി ഭാഷ വരെ കണ്ടിട്ടുണ്ട്. സത്യം, എനിക്ക് കൊങ്ങിണി ഭാഷ അറിയില്ല. ഞാൻ എല്ലാ മൂവീസും കാണും. ഒന്നില്ലെങ്കിൽ അതിന് അഭിനയം കിട്ടും, ഇല്ലെങ്കിൽ ഡയറക്ഷൻ കിട്ടും, ഇല്ലെങ്കിൽ RR കിട്ടും, അല്ലെങ്കിൽ ഷോർട്ട് എഡിറ്റിംഗ് കിട്ടും, അല്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂറ്റി അതൊക്കെ എല്ലാം ഞാനത് കണ്ട്
വീണ്ടും വന്നേന്ന് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് അപ്പോഴൊന്നും ഒരു ബോറടിച്ചിട്ടില്ല. അപ്പോഴൊക്കെ ഞാൻ രാവിലെ എണീച്ച് നടക്കാൻ പോകും, 1 മണിക്കൂർ നടക്കും. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഇത് യോഗ ചെയ്യും. ഞാൻ ഡയറ്റാണ് ഫുഡ്. എനിക്കിപ്പോഴും നല്ല ഒരു കുഴപ്പം എനിക്കില്ല. ചെറുതായിട്ട് ഷുഗർ ഉണ്ട്, പക്ഷെ അത് കൺട്രോൾഡ് ആണ്. ഓക്കെ. വേറെ ഒരു ടെൻഷനും ഇല്ല. ഈ ഇത്രയും സംസാരിച്ചു സിനിമ, ലൈഫ്, കാര്യങ്ങളൊക്കെ. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇനി ചോദിക്കയില്ല എന്നോട്. ഈ ഇന്റർവ്യൂവിൽ ഇനി ചോദ്യമില്ല. അവസാനമായിട്ട് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും കാലത്തെ ജേർണി നമ്മൾ പറഞ്ഞല്ലോ, ഈ 40-ാം വർഷത്തിലൊക്കെ എത്തുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും ടൈം പീരീഡിൽ ആക്ടർ എന്ന ജേർണിയുടെ ഒരു അവസാനം എന്തായാലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു ചിലപ്പോൾ ഒരു അവസാന സിനിമ ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ഒരു കഥാപാത്രം കൂടെ ചെയ്യണം. അശോകേട്ടൻ്റെ അങ്ങനൊന്നുമില്ല. ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് ആരോഗ്യമുള്ളിടത്തോളം അഭിനയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഇത്. കാരണം അത് നടക്കും തന്നെ എൻ്റെ വിശ്വാസം. ഇതിൽ റിട്ടയർമെന്റ് ഇല്ല. ഇല്ല, കലക്ക് റിട്ടയർമെന്റ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതെ. തെങ്ങി കയറുന്നവനും കവുങ്ങ കയറുന്നവനും കയറാൻ പഠിച്ചവൻ തന്നെയാണ്. അപ്പൊ എനിക്കൊരു പ്രായം കഴിയാൻ തന്നെ നമ്മൾ അങ്ങനത്തെ വിഷമം ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് ഓടി കിടന്ന് ചെയ്ത പോലെ ചിലപ്പോൾ അപ്പം ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഞാൻ ഓടണമെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഓടാം. അതെ, എനിക്ക് ഈസി ആയിട്ട് ഓടാൻ പറ്റും. എനിക്ക് അങ്ങനെ ഹാർട്ടിൻ്റെ ഒരു കംപ്ലൈൻറ്റ്, ലിവറിൻ്റെ ഒരു കംപ്ലൈൻറ്റും എനിക്കില്ല. ഞാൻ എല്ലാ 6 മാസം കൂടുമ്പോഴും എല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. ഞാനും എൻ്റെ വൈഫും വീട്ടിലും എല്ലാവരും ചെക്ക് ചെയ്യും. അത് ചിലപ്പോൾ കുറച്ച് വൈകിയായിരിക്കും ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാ 6 മന്തും ഞാൻ എൻ്റെ വൈഫും ചെക്ക് ചെയ്യും. ഒരു കുഴപ്പവും എനിക്ക് വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് ഇനി വേഷങ്ങൾ കിട്ടണം, പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് വേഷം എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. വെയിറ്റ് ആൻഡ് സീ. അതെ, വെയിറ്റ് ആൻഡ് സീ. ഒറ്റ കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഇത് ഇങ്ങനത്തെ സംസാരിച്ചപ്പോഴേ പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിൽ പലരും ചോദിച്ചു കേട്ടിട്ടുള്ളതാ, ഇപ്പോൾ ഇരിക്കുന്ന ഹരിശ്രീ അശോകൻ ഈ പറഞ്ഞ പോലെ പപ്പൻ പ്രിയപ്പെട്ട പപ്പനിൽ അഭിനയിക്കാൻ പോകുന്ന ഹരിശ്രീ അശോകനെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? എന്തെങ്കിലും ഉപദേശം കൊടുക്കാണ്ടാവുക? ഇത് ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് പോകാൻ പറ്റി കഴിഞ്ഞാൽ? അല്ല, അങ്ങോട്ട് നമ്മൾ പുറകിലേക്ക് പോകുന്നത് ഞാൻ പറയാം. പപ്പൻ പ്രിയപ്പെട്ട പപ്പനൊക്കെ അഭിനയിക്കാൻ നിന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. സിനിമ വേണോ, അപ്പോഴും പ്രോഗ്രാമാണ് നമ്മുടെ മനസ്സിൽ. ആ അശോകനോട് ഈ അശോകൻ പോയി എന്താ പറയാ? അല്ല പറയുന്നത്, നീ അപ്പം അന്ന് ആലോചിക്കായിരുന്നില്ലേ, നിനക്കിത് താല്പര്യമില്ലാന്ന് തോന്നിയില്ലേ? അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞതാണ്, നമ്മളൊക്കെ കുറച്ച് നേരത്തെ സിനിമയിൽ വന്നിരുന്ന, സിനിമയിൽ ഭയങ്കര ബിസിയായ ഒരു ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞതാ, നമ്മൾ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ എന്തോരം പൈസ ഉണ്ടാക്കായിരുന്നല്ലേ. അതല്ലല്ലോ നമുക്ക് ആവശ്യം. നമ്മൾ ഓർക്കാൻ കുറേ സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലേ. പൈസ വേണം, പൈസ ഇല്ലാതെ പറ്റൊന്നുമില്ല, ഡെഫിനറ്റ് ആണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പുറകിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മളിവിടെ വരെ എത്തിച്ചില്ലേ, അതിന് നന്ദി പറയാം ഈശ്വരനോട്, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും. ഇനി അങ്ങോട്ടുള്ള ഈ പറഞ്ഞ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ കരിയർ ഫേസ് ഭയങ്കര സൂപ്പർ ഡ്യൂപ്പറായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.